ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മളിപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇന്നലെ നമ്മൾ എന്ത് ചെയ്തു ക്ലാസിഫിക്കേഷൻസിലെ, അതായത് നമ്മുടെ എലമെന്ററി പാർട്ടിക്കിൾസിനെ നമ്മൾ എന്ത് ചെയ്തു സ്പിന്നിന്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്തു. അതിൽ ഓരോന്നും എന്താന്നുള്ളത് ഡിസ്കസ് ചെയ്തു. സോ അപ്പൊ ഇന്ന് നമ്മൾ കോപ്സ് ആയിരുന്നു പറഞ്ഞിരുന്നത്, പക്ഷെ അതിന് മുന്നേ നമുക്ക് രണ്ട് ചെറിയ ടോപ്പിക് കൂടെ നോക്കാണ്ട്. സോ അതിൽ ഫസ്റ്റ് ആണ് സ്ട്രേഞ്ച്നെസ്. ഓക്കെ, സ്ട്രേഞ്ച്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു സ്പിന്നിന്റെ ബേസിസിൽ നമ്മൾ പറഞ്ഞു എന്താണ് പാർട്ടിക്കിൾസിനെ മെയിൻ ആയിട്ടും ബോസോൺസ് എന്നും ഫെർമിയോൺസ് എന്നും, അല്ലെ, ഫെർമിയോൺസ് എന്നും ബോസോൺസ് എന്നും ചെയ്തിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. വിത്ത് സ്പിൻ, ഫെർമിയോൺസ് ഹാവ് സ്പിൻ ഹാഫ് ഇന്റീജർ ആൻഡ് ബോസോൺസ് ഹാവ് ഇന്റീജർ സ്പിൻ, റൈറ്റ്? സോ ദെൻ ഇവരെ വീണ്ടും നമ്മൾ ക്ലാസിഫൈ ചെയ്തു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ഹാഡ്രോൺസിനെ കുറിച്ച് പഠിച്ചില്ലേ? ഹാഡ്രോൺസ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്താണ്. എന്താണ് ഹാഡ്രോൺസ് എന്ന് പറഞ്ഞാല്? അതായത് സ്ട്രോങ് ഇന്ററാക്ഷൻസിൽ ടേക്ക് പാർട്ട് ചെയ്യുന്ന പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ ഹാഡ്രോൺസ് എന്ന് പറയുന്നത്. സോ അവരാരൊക്കെയായിരുന്നു? മീസോൺസ് ആൻഡ് ബേരിയോൺസ്, അല്ലെ? ബേരിയോൺസിനെയും മീസോൺസിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞിരുന്നത്? ഹാഡ്രോൺസ് എന്ന് പറയുന്നത്. ഇതിൽ ബേരിയോൺസ് എന്ന് പറയുന്നത് ഒരു ഫെർമിയോൺ ആണ്, വൈൽ മീസോൺ എന്ന് പറയുന്നത് ഒരു ബോസോൺ ആണ്, അല്ലെ? ദെൻ ഇതില് വരുന്ന പാർട്ടിക്കിൾസ് ഏതൊക്കെയാന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. സോ അങ്ങനെ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ഒരുപാട് പാർട്ടിക്കിൾസിനെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവന്നില്ലേ? ഇപ്പൊ നമുക്ക് എന്താണ്, അത്യാവശ്യം നമുക്ക് ഒരുപാട് പാർട്ടിക്കിൾസിനെ പറയാം. ഹാഡ്രോൺസ്, മീസോൺസ്, ബേരിയോൺസ്, അല്ലെ? ഇങ്ങനെ ഒരുപാട് പാർട്ടിക്കിൾസ് നമുക്കറിയാം. സോ ദർ ആർ ബിറ്റ്സ് ഓഫ് പാർട്ടിക്കിൾസ് ക്രിയേറ്റഡ് ബിഹേവ് ഇൻ എ വെരി സ്ട്രേഞ്ച് മാനർ. അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കിയ പാർട്ടിക്കിൾസിൽ ചില പാർട്ടിക്കിൾസ് എന്ത് ചെയ്തു, ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ട് ബിഹേവ് ചെയ്യാൻ തുടങ്ങി. അതായത് ഭയങ്കര സ്ട്രേഞ്ച് മാനർ, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ട് ബിഹേവ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. So that means they were produced by either strong or electromagnetic interaction, but decayed through weak interaction. അതായത് ഇവരുടെ ഒരു സ്ട്രേഞ്ച്നെസ് ബിഹേവിയർ എന്ന് പറയുന്നത്, ഇവര് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് ഒന്നെങ്കിൽ സ്ട്രോങ് ഇന്ററാക്ഷൻസിലൂടെയോ അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് ഇന്ററാക്ഷൻസിലൂടെയാണ്. ബട്ട് അവർ ഡീക്കേ ചെയ്ത് നശിച്ചു പോകുന്നതോ വീക്ക് ഇന്ററാക്ഷനിലൂടെയാണ്. അപ്പൊ ഇന്നലെ നമ്മൾ ഓൾറെഡി 4 ഫണ്ടമെന്റൽ ഇന്ററാക്ഷൻസ് പഠിച്ചു: സ്ട്രോങ്, ഇലക്ട്രോമാഗ്നറ്റിക്, വീക്ക് ആൻഡ് ഗ്രാവിറ്റേഷണൽ. അതിൽ ഓരോ ഇന്ററാക്ഷൻസിലും വരുന്ന എക്സ്ചേഞ്ച് പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഫോഴ്സ് കരിയർ ഏതാന്നൊക്കെ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തൂലേ? സ്ട്രോങ് ആണെങ്കിൽ ഗ്ലൂവോൺ ആണ്. ഇലക്ട്രോമാഗ്നറ്റിക് ഇന്ററാക്ഷൻ ആണെങ്കിൽ ആരാണ് ഫോഴ്സ് കരിയർ? ഒരു ഫോട്ടോൺ. ഇലക്ട്രോമാഗ്നറ്റിക് ഇന്ററാക്ഷൻ ആണെങ്കിൽ അവിടെ ഉള്ളത് ഫോട്ടോൺ ആണ്. ദെൻ വീക്ക് ഇന്ററാക്ഷൻ ആണെങ്കിൽ അവിടെയുള്ള എക്സ്ചേഞ്ച് കരിയർ അല്ലെങ്കിൽ ഫോഴ്സ് കരിയർ എന്ന് പറയുന്നത് W+W- ഓർ Z0 ഒക്കെയാണ്. അപ്പോൾ നമ്മളുടെ സ്ട്രേഞ്ച് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് എന്താ ചെയ്യുന്നത്? അവര് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് സ്ട്രോങ് ഇന്ററാക്ഷൻസിലൂടെയോ അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് ഇന്ററാക്ഷൻസിലൂടെയാണ്. ബട്ട് ദേ ഡീക്കേഡ് ത്രൂ വീക്ക് ഇന്ററാക്ഷൻസ്. അത്തരം പാർട്ടിക്കിൾസിനാണ് നമ്മൾ സ്ട്രേഞ്ച് പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. So strange particles are nothing but they produced by either strong or electromagnetic interaction, but they decayed through weak interaction. Weak interactionസിലൂടെയാണ് അവർ ഡീക്കേ ചെയ്തു പോകുന്നത്. അങ്ങനെയുള്ള പാർട്ടിക്കിൾസ്. സോ such type of particles are called strange particles. So ഇനി എന്താണ് ഇവരുടെ നെക്സ്റ്റ് എന്ന് പറയുന്നത്? യെസ്, the quantum number associated with strange particle is strangeness number. അതായത് ഈ സ്ട്രേഞ്ച് പാർട്ടിക്കിൾ അസോസിയേറ്റ് ആയിട്ട് എന്തുണ്ട്? ഒരു ക്വാണ്ടം നമ്പർ ഉണ്ട്. അതിനെയാണ് നമ്മൾ സ്ട്രേഞ്ച്നെസ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് സ്ട്രേഞ്ച് പാർട്ടിക്കിൾ? സ്ട്രേഞ്ച് പാർട്ടിക്കിൾസ് ആർ ദ പാർട്ടിക്കിൾസ് ദാറ്റ് ക്രിയേറ്റഡ് ബൈ ഐദർ സ്ട്രോങ് ഇന്ററാക്ഷൻ ഓർ ഇലക്ട്രോമാഗ്നറ്റിക് ഇന്ററാക്ഷൻ, ബട്ട് ദേ ഡീക്കേഡ് ത്രൂ വീക്ക് ഇന്ററാക്ഷൻ. Okay, and the quantum number associated with the strange particle is called strangeness number. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ട്രേഞ്ച്നെസ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി എന്താണ് സ്ട്രേഞ്ച്നെസ് നമ്പർ എന്നുള്ളത് നോക്കാം. സ്ട്രേഞ്ച്നെസ് നമ്പർ, ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ എസ്. സ്ട്രേഞ്ച്നെസ് നമ്പർ നമ്മൾ ക്യാപിറ്റൽ എസ് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, the strange quantum number is the result of strange quark. ഓക്കെ, നമ്മൾ പറഞ്ഞു എന്താണ് സ്ട്രേഞ്ച് പാർട്ടിക്കിൾസിനെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ക്വാണ്ടം നമ്പറിനെയാണ് നമ്മൾ സ്ട്രേഞ്ച്നെസ് നമ്പർ എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. ഈ സ്ട്രേഞ്ച് ക്വാണ്ടം നമ്പർ ഉണ്ടാവാൻ കാരണം ഇറ്റ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് സ്ട്രേഞ്ച് കോർക്ക്. ഓക്കെ, നമ്മൾ ഇന്നലെ 3 കോക്കുകളെ കുറിച്ച് പഠിച്ചിരുന്നു. അതായത് നമ്മൾ ഇന്നലെ പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും സ്ട്രക്ചർ നോക്കിയിരുന്നു, അല്ലെ? സ്ട്രോങ് ഫോഴ്സും വീക്ക് ഇന്ററാക്ഷൻസ് ഒക്കെ പഠിച്ച സമയത്ത്. അപ്പൊ അതിൽ നമ്മൾ അപ്പ് കോർക്കിനെ പഠിച്ചിരുന്നു, ഡൗൺ കോർക്കിനെ പഠിച്ചു. ഓക്കെ, ഈ 2 കോക്കിനെ നമ്മൾ ഇന്നലെ പരിചയപ്പെട്ടിരുന്നു. സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് സ്ട്രേഞ്ച് കോർക്ക്. അതായത് എന്താണ്? സ്ട്രേഞ്ച് പാർട്ടിക്കിൾസിൽ
സ്ട്രേഞ്ച് പാർട്ടിക്കിൾസിൽ ആരുണ്ടാകും? സ്ട്രേഞ്ച് കോർക്ക് ഉണ്ടാകും. ഈ സ്ട്രേഞ്ച് കോർക്കിന്റെ പ്രസൻസ് കൊണ്ടാണ് ദേ ഹാവ് ദ സ്ട്രേഞ്ച് ക്വാണ്ടം നമ്പർ. ഓക്കെ, അപ്പൊ ഈ സ്ട്രേഞ്ച് പാർട്ടിക്കിൾസ് എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? സ്ട്രേഞ്ച് കോർക്ക്. നോട്ട് ഓൺലി സ്ട്രേഞ്ച് കോർക്ക്, ബട്ട് ദേ ഹാവ് ദ പ്രസൻസ് ഓഫ് സ്ട്രേഞ്ച് കോർക്ക്. ഡ്യൂ ടു ദാറ്റ് പ്രസൻസ് ഓഫ് സ്ട്രേഞ്ച് കോർക്ക് ദേ ഹാവ് ദ സ്ട്രേഞ്ച് ക്വാണ്ടം നമ്പർ. അതാണ് പറഞ്ഞത് സ്ട്രേഞ്ച് ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റിസൾട്ട് ഓഫ് ദി പ്രസൻസ് ഓഫ് സ്ട്രേഞ്ച് കോർക്ക്. And we know hadrons are made up of these kinds of several quarks. നമ്മൾ ഇന്നലെ ഓൾറെഡി പറഞ്ഞതാണ് ഹാഡ്രോൺസ്. ഹാഡ്രോൺസ് എന്ന് പറഞ്ഞാൽ മീസോൺസും ബേരിയോൺസും, അതായത് നമ്മളുടെ പ്രോട്ടോണും ന്യൂട്രോണൊക്കെ അല്ലെ, ഇവരൊക്കെ എന്താണ്? ഹാഡ്രോൺസുകളാണ്. ഹാഡ്രോൺസുകളെ ഹാഡ്രോൺസ് എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല? ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസ് അല്ല. ദേ ആർ നോട്ട് ദ എലമെന്ററി പാർട്ടിക്കിൾസ്, ബട്ട് ദേ ആർ ക്രിയേറ്റഡ് ബൈ ദ കളക്ഷൻ ഓഫ് സെവറൽ കോക്സ് അല്ലെ. അവരുണ്ടാക്കിയിട്ടുള്ള എന്തുകൊണ്ടാണ്? ആ സെവറൽ കോക്സുകൾ കൊണ്ടാണ്. സോ ലൈക്ക് ദാറ്റ് പ്രോട്ടോൺ എന്ന് പറയുമ്പോൾ UUD ആണ്, 2 അപ്പ് കോർക്കും 1 ഡൗൺ കോർക്കും. ആൻഡ് ന്യൂട്രോൺ എന്ന് പറയുമ്പോൾ UDD ആണ്, 1 അപ്പ് കോർക്കും 2 ഡൗൺ കോർക്കും അല്ലെ. അപ്പൊ ഇതുപോലെ ഒരുപാട് ഹാഡ്രോൺസുകളുണ്ട്. ഇതിപ്പോ നമ്മൾ പ്രോട്ടോൺ ന്യൂട്രോൺ ന്യൂക്ലിയോൺസിനെ മാത്രമാണ് പറഞ്ഞത്. അപ്പൊ ഇതുപോലുള്ള ഹാഡ്രോൺസുകളെല്ലാം ഇതുപോലെ ഒരുപാട് ടൈപ്സ് ഓഫ് കോക്സ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്താണ് ഈ ഹാഡ്രോൺസിന്റെ പ്രത്യേകത? ഹാഡ്രോൺസിനെ നമ്മൾ മെയിൻ ആയിട്ടും ക്ലാസിഫൈ ചെയ്ത് എന്തിന്റെ ബേസിസിലായിരുന്നു? യെസ്, ഹാഡ്രോൺ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് എന്താണ്? ദേ ആർ ദ പാർട്ടിക്കിൾ എന്താണ് that take part in strong interaction അല്ലെ. സ്ട്രോങ് ഇന്ററാക്ഷനിൽ പങ്കെടുക്കുന്ന പാർട്ടിക്കിൾസിനാണ് നമ്മൾ ഹാഡ്രോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹാഡ്രോൺ പാർട്ടിക്കിളിൽ ഇൻ വിച്ച് there is no strange quark have a strangeness number is equal to 0. അതായത് ഇപ്പൊ സപ്പോസ് ഒരു ഹാഡ്രോൺ, ഓക്കെ, ഒരു ഹാഡ്രോണിൽ എന്താണ്? സ്ട്രേഞ്ച് കോർക്ക് ഇല്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ഹാഡ്രോണിന്റെ സ്ട്രേഞ്ച്നെസ് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 0 ആണ്. ഓക്കെ, അപ്പൊ സ്ട്രേഞ്ച് കോർക്ക് ഇല്ലാത്ത, സ്ട്രേഞ്ച് കോർക്കിന്റെ റിസൾട്ട് കൊണ്ടാണല്ലോ സ്ട്രേഞ്ച്നെസ് നമ്പർ ഉണ്ടാവുന്നത് അല്ലെ. അപ്പൊ സ്ട്രേഞ്ച് കോർക്ക് ഇല്ലാത്ത എല്ലാ ഹാഡ്രോൺസിന്റെയും സ്ട്രേഞ്ച്നെസ് നമ്പർ എത്രയായിരിക്കും? 0 ആയിരിക്കും. ദാറ്റ് മീൻസ് S is equal to 0 ആയിരിക്കും. Now, the particle which consists of strange quark, അതായത് സ്ട്രേഞ്ച് കോർക്ക് ഉള്ള, സ്ട്രേഞ്ച് കോർക്ക് പ്രസൻസ് ആയിട്ടുള്ള എല്ലാ പാർട്ടിക്കിളിന്റെയും സ്ട്രേഞ്ച്നെസ് നമ്പർ എന്ന് പറയുന്നത് -1 ആണ്. ഓക്കെ, നോട്ട് ചെയ്യണം. നമ്മൾ ഇത്രയും കാലം പഠിച്ചതൊക്കെ എന്താണ്? ബേരിയോൺസിന്റെ ബേരിയോൺ നമ്പർ +1, ലെപ്റ്റോൺസിന്റെ ലെപ്റ്റോൺ നമ്പർ +1. പക്ഷേ ഇവിടെ സ്ട്രേഞ്ച് കോർക്ക് ഉള്ള പാർട്ടിക്കിളിന്റെ സ്ട്രേഞ്ച്നെസ് നമ്പർ എത്രയാണ്? -1 ആണ്. Okay, then the anti-particle for strange quark has a strangeness number of +1. ഇവിടെ anti-particle-നാണ് എന്ത്? strangeness number +1. നോർമൽ പാർട്ടിക്കിളിന് എന്താണ്? strangeness number -1 ആണ്. അതായത് ദാറ്റ് മീൻസ് ഇപ്പൊ ഒരു പാർട്ടിക്കിളിൽ നോക്കുക, എന്താണ്? സ്ട്രേഞ്ച് കോർക്ക് ആണ് പ്രസന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ട്രേഞ്ച്നെസ് -1 ആണ്. ഇനി സപ്പോസ് വേറൊരു ഹാഡ്രോണിൽ എന്താണ്? ആന്റി പാർട്ടിക്കിൾ ഓഫ് സ്ട്രേഞ്ച് കോർക്ക്, ദാറ്റ് മീൻസ് S-bar. അതാണ് ആന്റി പാർട്ടിക്കിൾ ഓഫ് സ്ട്രേഞ്ച് കോർക്ക് എന്ന് പറഞ്ഞാൽ. സ്ട്രേഞ്ച് കോർക്കിന്റെ ആന്റി പാർട്ടിക്കിൾ വെച്ചിട്ടാണ് ആ ഒരു പാർട്ടിക്കിൾ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അതിന്റെ സ്ട്രേഞ്ച്നെസ് നമ്പർ എന്ന് പറയുന്നത് എന്തായിരിക്കും? +1 ആയിരിക്കും. ഓക്കെ, ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. സോ ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? സ്ട്രേഞ്ച് കോർക്ക് പ്രസന്റ് ആണെങ്കിൽ സ്ട്രേഞ്ച്നെസ് നമ്പർ എന്ന് പറയുന്നത് -1. ഇനി ആന്റി സ്ട്രേഞ്ച് കോർക്ക് ആണുള്ളത് എന്നുണ്ടെങ്കിൽ സ്ട്രേഞ്ച്നെസ് നമ്പർ +1. എന്താണ്? സ്ട്രേഞ്ച് കോർക്ക് പ്രസന്റ് അല്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് ഹാവ് എ സ്ട്രേഞ്ച്നെസ് നമ്പർ ഓഫ് 0. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് ഹാഡ്രോൺസിന്റെ നോക്കാം സ്ട്രേഞ്ച്നെസ് നമ്പർ എങ്ങനെയാ വരുന്നുള്ളത്. ഓക്കെ, ഹാഡ്രോൺസിനാണ് നമ്മൾ പറഞ്ഞു, ഹാഡ്രോൺസുകളാണ് എന്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്? സ്ട്രേഞ്ച് കോർക്ക് വെച്ച് ഉണ്ടാക്കിയിട്ടുള്ളത്. സോ ഓക്കെ, നോക്കിയേ, ഫസ്റ്റ് ന്യൂക്ലിയോൺസ്. ന്യൂക്ലിയോൺസ് എന്ന് പറഞ്ഞാൽ ന്യൂട്രോണും പ്രോട്ടോണും. ഇവർ രണ്ടുപേരും ഉണ്ടാക്കിയിട്ടുള്ളത് ഏതൊക്കെ കോർക്ക് കൊണ്ടാ? ന്യൂട്രോൺ ആണെങ്കിൽ UDD, 1 അപ്പ് കോർക്കും 2 ഡൗൺ കോർക്കും. ദാറ്റ് മീൻസ് ഇതെന്താണ്? ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് 3 കോർക്ക് അല്ലെ, 3 കോക്സ് അല്ലെ. 3 കോക്സ് ഉള്ള ഒരു കോമ്പിനേഷൻ ആണ് കൊണ്ടാണ് ന്യൂട്രോണും പ്രോട്ടോണും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൽ നോക്കിയേ, ഇതില് എന്തില്ല? സ്ട്രേഞ്ച് കോർക്ക് ഇല്ല. S ഉണ്ടോ ഇതില്? ഇല്ലല്ലോ. UD അല്ല. അപ്പോ അതുകൊണ്ട് തന്നെ ഇതിന്റെ സ്ട്രേഞ്ച്നെസ് നമ്പർ എത്രയാണ്? 0. ഓക്കെ ആണോ? ഇതിന്റെ സ്ട്രേഞ്ച്നെസ് നമ്പർ 0. ഇനി അതുപോലെ തന്നെ പ്രോട്ടോൺ ഈസ് മേഡ് അപ്പ് ഓഫ് 2 അപ്പ് കോർക്ക് ആൻഡ് 1 ഡൗൺ കോർക്ക്. അതുകൊണ്ട് തന്നെ എന്താണ്? സ്ട്രേഞ്ച് കോർക്ക് ഇല്ല. സോ ഇറ്റ് ഹാസ് എ സ്ട്രേഞ്ച്നെസ് നമ്പർ ഓഫ് 0. ലൈക്ക് ദാറ്റ് pi is also have a strangeness number 0. Then lambda 0. Lambda 0 നമ്മൾ പഠിച്ചതാണ്. അതൊരു എന്താണ്?
അതൊരു ബേരിയോൺ ആണ് അല്ലെങ്കിൽ ഹൈപ്പറോൺ ആണ് അല്ലെ, ഹൈപ്പറോൺ ആണ്. സോ ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ ഹാഡ്രോൺ. ബേരിയൻസ് എല്ലാം ഹാഡ്രോൺസ് അല്ലേ. സോ ലാംഡ സീറോന്റെ കോർക്ക് എങ്ങനെയാണ് വരുന്നത്? UDS. ഈ 3 കോർക്ക് കൊണ്ടാണ് ലാംഡ സീറോ ഉണ്ടാക്കിയിട്ടുള്ളത്, വിച്ച് മീൻസ് ദർ ഈസ് എ പ്രസൻസ് ഓഫ് 1 സ്ട്രേഞ്ച് കോർക്ക്. ഇവിടെ എന്തുണ്ട്? ഒരു സ്ട്രേഞ്ച് കോർക്ക് ഉണ്ട്. സോ ഇറ്റ് ഹാസ് എ സ്ട്രേഞ്ച്നെസ് നമ്പർ ഓഫ് -1. It has a strangeness number of -1. Now, the epsilon plus sigma plus sigma 0 sigma minus അല്ലെ, sigma plus sigma 0 sigma minus നോക്കിയേ. ഇതില് സിഗ്മ പ്ലസിന്റെ കോർക്ക് എങ്ങനെയാണ്? 2 അപ്പ് കോർക്കും 1 സ്ട്രേഞ്ച് കോർക്കും. അതുപോലെ സിഗ്മ സീറോനാണെങ്കിൽ 1 അപ്പ് 1 ഡൗണ് 1 സ്ട്രേഞ്ച് കോർക്ക്. ദെൻ സിഗ്മ മൈനസ് ആണെങ്കിൽ 2 ഡൗണ് 1 സ്ട്രേഞ്ച് കോർക്ക്. ദാറ്റ് മീൻസ് എല്ലാത്തിലും എന്തുണ്ട്? 1 സ്ട്രേഞ്ച് കോർക്ക് ഉണ്ട്. സോ ഇറ്റ് ഹാസ് എ സ്ട്രേഞ്ച്നെസ് നമ്പർ ഓഫ് -1. ഓക്കെ, ദെൻ അടുത്തത് കാസ്കേഡ്. സീറോയും കാസ്കേഡ് മൈനസും. ഇവർ രണ്ടിലും നോക്കിയേ, 1 അപ്പ് കോർക്കും 2 സ്ട്രേഞ്ച് കോർക്കും, അല്ലെങ്കിൽ 1 ഡൗൺ കോർക്കും 2 സ്ട്രേഞ്ച് കോർക്കും. ഇവിടെ എത്ര സ്ട്രേഞ്ച് കോർക്ക് ഉണ്ട്? 2 സ്ട്രേഞ്ച് കോർക്ക്. സോ ഇറ്റ് ഹാസ് എ സ്ട്രേഞ്ച്നെസ് നമ്പർ ഓഫ് -2. ഓക്കെ ആണോ? 1 സ്ട്രേഞ്ച് കോർക്ക് ആണെങ്കിൽ ഉള്ളതെങ്കിൽ ഇറ്റ് ഹാസ് എ സ്ട്രേഞ്ച്നെസ് നമ്പർ ഓഫ് -1. ഇവിടെ 2 സ്ട്രേഞ്ച് കോർക്ക് ഉള്ളത് കൊണ്ട് കാസ്കേഡിന്റെ സ്ട്രേഞ്ച്നെസ് നമ്പർ എത്രയാണ്? -2. Now look this omega minus. Omega minusന്റെ കോർക്ക് കളക്ഷൻ എങ്ങനെയാണ്? 3 സ്ട്രേഞ്ച് കോർക്ക്, അതായത് 3 സ്ട്രേഞ്ച് കോർക്ക് കൂടിയിട്ടാണ് എന്തുണ്ടാക്കിയിട്ടുള്ളത്? ഒമേഗ മൈനസ്. സോ അതിന്റെ സ്ട്രേഞ്ച്നെസ് നമ്പർ എത്രയാണ്? -3. സോ ഈ ഒമേഗ മൈനസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇത് ഡയറക്റ്റ് ആയിട്ട് തന്നെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ദ സ്ട്രേഞ്ച്നെസ് നമ്പർ ഓഫ് ഒമേഗ മൈനസ് എത്രയാണ്? -3 ആണ് ഒമേഗ മൈനസിന്റെ സ്ട്രേഞ്ച്നെസ് നമ്പർ, because it is made up of 3 strange cork. Yes. ഓക്കെ, അപ്പൊ നമ്മളുടെ ഈ ലാംഡ, സിഗ്മ, കാസ്കേഡ്, ഒമേഗ ഇവരെല്ലാം എന്താണ്? ബേരിയോൺസ് ആണ് അല്ലെ. ഇനി അടുത്ത് നോക്കിയേ, K0 പ്ലസ് ആൻഡ് K0 പ്ലസും K0യും, അതായത് ഇവരാരാണ്? കയോൺസ് ആണ്. ദാറ്റ് മീൻസ് മെസോൺസ് ആണ്. ഓക്കെ, അപ്പൊ ഇവരുടെ എന്താണ് കോർക്ക് എങ്ങനെയാണ്? DS ബാർ, അതായത് നമ്മളുടെ മെസോൺസ് ഉണ്ടാക്കിയിട്ടുള്ളത് ക്യൂ ബാർ എന്ന് പറയുന്ന കോർക്ക് കളക്ഷൻ ആണ്. അതായത് 1 കോർക്കും 1 ആന്റി കോർക്കും. ഓക്കെ, നമ്മളുടെ എന്താണ് ബേരിയോൺസ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്? 3 കോർക്ക്, ക്യൂ അല്ലെ. പക്ഷെ നമ്മളുടെ മെസോൺസ് ആണെന്നുണ്ടെങ്കിൽ, അതായത് പയോൺസ്, കയോൺസ് ഇവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ക്യൂ ബാർ ആണ് ഇവരുടെ ഫോം എന്ന് പറയുന്നത്. അതായത് 1 കോർക്കും 1 ആന്റി കോർക്കും. അത് നോക്കിയേ, K0 ഉണ്ടാക്കിയിട്ടുള്ള എങ്ങനെയാണ്? 1 ഡൗൺ കോർക്കും പിന്നെന്താണ്? 1 ആന്റി സ്ട്രേഞ്ച് കോർക്കും. അതുപോലെ K പ്ലസ് ആണെന്നുണ്ടെങ്കിൽ 1 അപ്പ് കോർക്കും 1 ആന്റി സ്ട്രേഞ്ച് കോർക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ സ്ട്രേഞ്ച്നെസ് നമ്പർ എത്രയാ വരിക? +1. കാരണം എന്താ? ആന്റി സ്ട്രേഞ്ച് കോർക്ക് ആണ്. ഓക്കെ, സ്ട്രേഞ്ച് കോർക്ക് ആണെങ്കിൽ എന്താണ്? -1 ആണ് സ്ട്രേഞ്ച്നെസ് നമ്പർ. ആന്റി പാർട്ടിക്കുലർ സ്ട്രേഞ്ച് കോർക്ക് ആയതുകൊണ്ട് ഇറ്റ് ഹാസ് എ സ്ട്രേഞ്ച്നെസ് നമ്പർ ഓഫ് +1. ഓക്കെ ആണോ? അപ്പൊ ഇങ്ങനെയാണ് നമ്മളെ ഹാഡ്രോൺസിന്റെ സ്ട്രേഞ്ച്നെസ് നമ്പർ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ അതില് എന്താണ് നിങ്ങൾ മാക്സിമം ഇത് ബൈ ഹാർട്ട് ചെയ്യാൻ നോക്കാം. ഒമേഗ മൈനസ് ഒക്കെ എന്തായാലും അറിഞ്ഞിരിക്കണം. എന്താണ്? ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് 3 സ്ട്രേഞ്ച് കോർക്ക്. -3 ആണ് അതിന്റെ സ്ട്രേഞ്ച്നെസ് നമ്പർ എന്ന് പറയുന്നത്. ദെൻ പ്രോട്ടോണും ന്യൂട്രോൺ ഒക്കെ ആണെങ്കിൽ അതിന്റെ സ്ട്രേഞ്ച്നെസ് എത്രയാണ്? 0 ആണ്. ബിക്കോസ് അതിൽ എന്തില്ല? സ്ട്രേഞ്ച് കോർക്ക് ഇല്ല. ഓക്കെ, നൗ നമ്മൾ പറഞ്ഞത് സ്ട്രേഞ്ച്നെസ് നമ്പർ ഈസ് കൺസേർവ്ഡ് ഇൻ ഇലക്ട്രോമാഗ്നറ്റിക് ഓർ സ്ട്രോങ് ഇന്ററാക്ഷൻ. അതായത് നമ്മുടെ ഈ സ്ട്രേഞ്ച്നെസ് നമ്പർ എന്ന് പറയുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് ഇന്ററാക്ഷനിലും സ്ട്രോങ് ഇന്ററാക്ഷനിലും കൺസേർവ്ഡ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? ഇപ്പൊ സപ്പോസ് നമുക്കൊരു ന്യൂക്ലിയർ റിയാക്ഷൻ തന്നെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ ആ ന്യൂക്ലിയർ റിയാക്ഷൻ, അപ്പൊ നമ്മളൊരു ന്യൂക്ലിയർ റിയാക്ഷൻ ഇത്രയും എന്താണ് നമ്മൾ എന്തൊക്കെയാണ് ചെക്ക് ചെയ്തിരുന്നത്? ആ റിയാക്ഷൻ അലൗഡ് ആണ് എന്ന് നോക്കാൻ നമ്മൾ ലെപ്റ്റോൺ നമ്പർ ചെക്ക് ചെയ്തിരുന്നു, ബേരിയോൺ നമ്പറും ചെക്ക് ചെയ്തിരുന്നു. ഇത് രണ്ടും കൺസേർവ്ഡ് ആണെങ്കിലാണ് നമ്മൾ എന്ത് പറഞ്ഞിരുന്നത്? ആ ന്യൂക്ലിയർ റിയാക്ഷൻ അലൗഡ് ആണ് എന്ന് പറഞ്ഞത്. ഇപ്പൊ നമ്മൾ എന്തുകൂടെ പഠിച്ചു? സ്ട്രേഞ്ച്നെസ് നമ്പർ കൂടെ പഠിച്ചു. അപ്പൊ അതും കൂടെ എന്ത് ചെയ്യണം? നമ്മൾ ഇനി ചെക്ക് ചെയ്യണം. എന്ത്? സ്ട്രേഞ്ച്നെസ് നമ്പർ കൺസേർവ്ഡ് ആണോ അല്ലേ എന്നുള്ളത്. അപ്പൊ സ്ട്രേഞ്ച്നെസ് നമ്പർ കൺസേർവ്ഡ് ആണ് എന്നുണ്ടെങ്കിൽ, if the strangeness number is conserved in a certain nuclear reaction, then it is an electromagnetic or strong interaction ആയിരിക്കും. അങ്ങനെയാണ്
എങ്കിൽ അതിൽ എന്താണ് ഉള്ളത് ഏതായിരിക്കും? അത് ഒന്നില്ലെങ്കിൽ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഇന്ററാക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ഇന്ററാക്ഷൻ ആയിരിക്കും. എപ്പോ മാത്രം? സ്ട്രേഞ്ച്നെസ് നമ്പർ കൺസേർവ്ഡ് ആണ് എന്നുണ്ടെങ്കിൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതാ ഒരു എക്സാമ്പിൾ നോക്കാം. പ്രോട്ടോൺ പ്ലസ് പ്രോട്ടോൺ ഗിവ്സ് ലാംഡ 0 പ്ലസ് K0 പ്ലസ് പ്രോട്ടോൺ പ്ലസ് പൈ പ്ലസ്. ഇതിലെല്ലാം ഹാഡ്രോൺസ് ആണ് അല്ലേ? അപ്പൊ നമ്മള് ലെപ്റ്റോൺ നമ്പർ ചെക്ക് ചെയ്യേണ്ട കാര്യമില്ലല്ലോ, എല്ലാം ഹാഡ്രോൺസ് ആണ്. സോ നമുക്ക് ലെപ്റ്റോൺ നമ്പർ നോക്കണ്ട. ദെൻ എന്താണ് ബേരിയോൺസ്? ഇവരെല്ലാവരും എന്താണ്? ഇതിൽ ബേരിയോൺസ് ഉണ്ട്, മെസോൺസ് ഉണ്ട് അല്ലേ? അതായത് K0യും പൈ പ്ലസും, കയോണും പയോണും എന്താണ്? മെസോൺസ് ആണ്. സോ അവർ ബേരിയോൺസ് അല്ല. പക്ഷേ ബാക്കിയുള്ള പ്രോട്ടോണും എന്താണ് ലാംഡ 0 ഒക്കെ ബേരിയോൺ. അപ്പൊ നമുക്ക് ബേരിയോൺ നമ്പർ ആദ്യം കൺസേർവ്ഡ് ആണെന്ന് നോക്കണം. ബേരിയോൺ കൺസേർവ്ഡ് ആണെന്ന് നോക്കണം. സോ നോക്കിയേ, പ്രോട്ടോണിന്റെ ബേരിയോൺ നമ്പർ എത്രയാണ്? 1 ആണ്, ബിക്കോസ് ഇറ്റ് ഇസ് എ ബേരിയോൺ. Then again 1, then lambda 0 എന്ന് പറയുന്നതും ഒരു എന്താണ്? ഒരു ബേരിയോൺ ആണ്, അതൊരു ഹൈപ്പറോൺ ആണ്. സോ ഇറ്റ് ഹാസ് എ ബേരിയോൺ നമ്പർ ഓഫ് 1. Then കയോൺ ഓക്കെ, സോ കയോൺ എന്ന് പറയുന്നത് എന്തല്ല? ഒരു ബേരിയോൺ അല്ല അല്ലെ? കയോൺ എന്ന് പറയുന്നത് ഒരു ബേരിയോൺ അല്ല, അതൊരു മിസോൺ ആണ്. സോ അതിന്റെ ബേരിയോൺ നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 0. ഓക്കെ, ദെൻ പ്രോട്ടോൺ അഗെയിൻ 1. പ്രോട്ടോൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ബേരിയോൺ. ദെൻ പയോൺ എന്ന് പറയുന്ന മെസോൺ ആണ്. സോ അതിനും എന്തില്ല? ബേരിയോൺ നമ്പർ ഇല്ല. നോക്കിയാൽ അപ്പൊ ബേരിയോൺ നമ്പർ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? കൺസേർവ്ഡ് ആണ് അല്ലെ? ബേരിയോൺ നമ്പർ എന്ന് പറയുന്നത് ഇതിൽ കൺസേർവ്ഡ് ആണ്. ദെൻ അടുത്തത് സ്ട്രേഞ്ച്നെസ് നമ്പർ, നമ്മളിപ്പോ പഠിച്ച സ്ട്രേഞ്ച്നെസ് നമ്പർ. ഓക്കെ, പ്രോട്ടോണിന്റെ സ്ട്രേഞ്ച്നെസ് നമ്പർ എത്രയാ? പ്രോട്ടോണിന്റെ സ്ട്രേഞ്ച്നെസ് നമ്പർ 0 അല്ലേ? കാരണം എന്താ? പ്രോട്ടോൺ ഈസ് മേഡ് അപ്പ് ഓഫ് UUD. ഇതിൽ സ്ട്രേഞ്ച് കോർക്ക് ഉണ്ടോ? ഇല്ല. അപ്പോ അതിന്റെ സ്ട്രേഞ്ച്നെസ് നമ്പർ 0. സോ അഗെയിൻ പ്രോട്ടോൺ 0. ഇനി ലാംഡ 0 എന്ന് പറയുന്നത്, ലാംഡ 0 എന്തുണ്ട്? ഒരു സ്ട്രേഞ്ച് കോർക്ക് ഉണ്ടല്ലേ? നമ്മളിപ്പോ നോക്കിയില്ലേ, ലാംഡ 0 എന്തുണ്ട്? ഒരു സ്ട്രേഞ്ച് കോർക്ക് ഉണ്ട്. സോ അതിന്റെ സ്ട്രേഞ്ച്നെസ് നമ്പർ -1. ഒരു സ്ട്രേഞ്ച് കോർക്ക് ഉണ്ടെങ്കിൽ ഇറ്റ് ഹാസ് എ സ്ട്രേഞ്ച്നെസ് നമ്പർ -1. ദെൻ K0 നമ്മളിപ്പോ നോക്കി, എന്താണ് K0ന്റെ കോർക്ക് സ്ട്രക്ചർ? US ബാർ ആണ്. അതായത് ഒരു അപ് കോർക്കും ഒരു ആന്റി സ്ട്രേഞ്ച് കോർക്ക്. ആന്റി സ്ട്രേഞ്ച് കോർക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ സ്ട്രേഞ്ച്നെസ് നമ്പർ എത്രയാ? +1. സ്ട്രേഞ്ച് കോർക്ക് ഉണ്ടെങ്കിൽ സ്ട്രേഞ്ച്നെസ് നമ്പർ -1. ആന്റി സ്ട്രേഞ്ച് കോർക്ക് ആണെങ്കിൽ സ്ട്രേഞ്ച്നെസ് നമ്പർ എത്രയാ? +1. ദെൻ അഗെയിൻ പ്രോട്ടോണിന്റെ സ്ട്രേഞ്ച്നെസ് നമ്പർ 0. ദെൻ അതുപോലെ തന്നെ മെസോണിന്റെ പയോൺസിൻ്റെതും 0. സോ ഇവിടെ നോക്കിയേ എന്താണ്? ഈ 0 0 -1 +1 അല്ലെ? 0 0 -1 +1. അപ്പോ സ്ട്രേഞ്ച്നെസ് നമ്പർ എന്താണ്? കൺസേർവ്ഡ് ആണ്. -1 +1 എന്തായി മാറും? 0 ആയിട്ട് മാറും. ഇവിടെയും 0. സോ ഈ റിയാക്ഷനിൽ സ്ട്രേഞ്ച്നെസ് നമ്പർ കൺസേർവ്ഡ് ആണ്, ബേരിയോൺ നമ്പറും കൺസേർവ്ഡ് ആണ്. വിച്ച് മീൻസ് വാട്ട്? സ്ട്രേഞ്ച്നെസ് നമ്പർ ഒരു റിയാക്ഷനിൽ കൺസേർവ്ഡ് ആണ് എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ മീനിങ് എന്താ? ഈ റിയാക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്ട്രോങ് ഇന്ററാക്ഷൻ റിയാക്ഷൻ. അതൊരു സ്ട്രോങ് ഇന്ററാക്ഷൻ റിയാക്ഷനോ അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇന്ററാക്ഷൻ റിയാക്ഷനോ ആയിരിക്കും. ഓക്കെ, സ്ട്രേഞ്ച്നെസ് നമ്പർ കൺസേർവ്ഡ് ആയതുകൊണ്ട്. നൗ നെക്സ്റ്റ് ഒരു റിയാക്ഷൻ നോക്കിയേ. പൈ പ്ലസ് പ്രോട്ടോൺ ഗിവ്സ് സിഗ്മ മൈനസ് പ്ലസ് K പ്ലസ്. അപ്പൊ ഇതില് എന്താണ്? ലെപ്റ്റോൺസ് ഒന്നും ഇല്ല അല്ലെ? അപ്പൊ നമ്മൾ ലെപ്റ്റോൺ നമ്പർ നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ബേരിയോൺസ് ഉണ്ട്. ആരൊക്കെ ബേരിയോൺസ്? പ്രോട്ടോണും സിഗ്മ മൈനസും ബേരിയോൺസ് ആണ്. അപ്പൊ നമ്മൾ ബേരിയോൺ നമ്പർ കൺസേർവ്ഡ് ആണോ എന്ന് നോക്കണം. സിമ്പിൾ. എന്താണ്? ദിസ് ഇസ് പയോൺ ഒരു ബേരിയോൺ അല്ല, അതൊരു മെസോൺ ആണ്. സോ ഇറ്റ് ഹാസ് എ ബേരിയോൺ നമ്പർ 0. ദെൻ പ്രോട്ടോൺ 1 gives sigma minus is a baryon. It is a hyperon. So it has a baryon number 1. Then cation has a baryon number 0. So ഇവിടെ baryon number conserved ആണ് 1 1. Okay, അത് correct ആയി. ഇനി അടുത്തത് സ്ട്രേഞ്ച്നെസ്. നമ്മൾ പഠിച്ച സ്ട്രേഞ്ച്നെസ് നമ്പർ പൈ പ്ലസിന്റെ സ്ട്രേഞ്ച്നെസ് നമ്പർ എത്രയാ? 0 ആണ്. ബിക്കോസ് അതിൽ എന്തില്ല? സ്ട്രേഞ്ച് കോർക്ക് ഇല്ല. ദെൻ പ്രോട്ടോണിലും സ്ട്രേഞ്ച് കോർക്ക് ഇല്ലല്ലോ. സോ ഇറ്റ് ഹാസ് എ സ്ട്രേഞ്ച്നെസ് നമ്പർ 0. Then sigma minus
സിഗ്മ മൈനസിന്റെ സ്ട്രേഞ്ച്നെസ് നമ്പർ എത്രയാണ് നമ്മളിപ്പോ നോക്കിയില്ലേ? സിഗ്മ മൈനസ് സ്ട്രക്ചർ എന്താണ്? UUS ആണ്. അതായത് ഒരു സ്ട്രേഞ്ച് കോർക്കുണ്ട് അല്ലെ? ഇതിന്റെ സ്ട്രക്ചറിൽ ഒരു സ്ട്രേഞ്ച് കോർക്കുണ്ട്. സോ ഇറ്റ് ഹാസ് എ സ്ട്രേഞ്ച്നെസ് നമ്പർ ഓഫ് -1 പ്ലസ് കെ പ്ലസ് ഇപ്പൊ നമ്മൾ പറഞ്ഞു US ബാർ ഒരു അക്കോർക്കും ഒരു ആന്റി സ്ട്രേഞ്ച് കോർക്കും. ആന്റി സ്ട്രേഞ്ച് കോർക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ സ്ട്രേഞ്ച്നെസ് നമ്പർ എത്രയാ? +1. ഓക്കെ, സോ അപ്പൊ എന്ത് കിട്ടി? 0 0. ഓക്കെ, ദാറ്റ് മീൻസ് സ്ട്രേഞ്ച്നെസ് നമ്പറും ഇവിടെ എന്താണ്? കൺസേർവ്ഡ് ആണ്. സോ സ്ട്രേഞ്ച്നെസ് നമ്പർ കൺസേർവ്ഡ് ആയതുകൊണ്ട് ഈ റിയാക്ഷൻ എങ്ങനെയായിരിക്കും മീഡിയേറ്റ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് മീഡിയേറ്റഡ് ബൈ either strong interaction or electromagnetic interaction. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഒരു റിയാക്ഷൻ തന്നു കഴിഞ്ഞാൽ അത് ഏത് ഫോഴ്സ് ആണ് മീഡിയേറ്റ് ചെയ്യുന്നത്? ഓക്കെ, വിച്ച് ഫോഴ്സ് ഈസ് മീഡിയേറ്റഡ് ബൈ ദിസ് റിയാക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അപ്പൊ ഏതാ ചെക്ക് ചെയ്യേണ്ടത്? ഇപ്പൊ നിലവിൽ നമുക്ക് അറിയുന്ന വെച്ചിട്ട് സ്ട്രേഞ്ച്നെസ് നമ്പർ ചെക്ക് ചെയ്യും. ഇനി നമ്മൾ ഐസോസ്പിൻ ഒക്കെ പഠിക്കുമ്പോൾ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം ഏത് ഇന്ററാക്ഷൻ ആണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ സ്ട്രേഞ്ച്നെസ് നമ്പർ നോക്കുക. സ്ട്രേഞ്ച്നെസ് നമ്പർ കൺസേർവ്ഡ് ആണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അതൊരു വീക്ക് ഇന്ററാക്ഷൻ അല്ല എന്നുള്ളത് അല്ലെ? കാരണം സ്ട്രേഞ്ച്നെസ് നമ്പർ വീക്ക് ഇന്ററാക്ഷനിൽ കൺസേർവ്ഡ് അല്ല. അപ്പൊ സ്ട്രേഞ്ച്നെസ് നമ്പർ കൺസേർവ്ഡ് ആണെന്നുണ്ടെങ്കിൽ അതൊന്നെങ്കിൽ അതൊരു സ്ട്രോങ് ഇന്ററാക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ അതൊരു ഇലക്ട്രോ മാഗ്നറ്റിക് ഇന്ററാക്ഷൻ ആയിരിക്കും. സോ അപ്പൊ അതിനാദ്യം നമുക്ക് വേണ്ടത് സ്ട്രേഞ്ച്നെസ് നമ്പർ അറിഞ്ഞിരിക്കണം. ഹാഡ്രോൺസിന്റെ സ്ട്രേഞ്ച്നെസ് നമ്പർ അറിഞ്ഞിരിക്കണം. ഓക്കെ ആണോ? അപ്പൊ ആ ടേബിള് നോക്കണം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് കൺസേർവ്ഡ് അല്ലാത്ത ഒരു എക്സാമ്പിൾ ഒന്ന് നോക്കാം. ഓക്കെ, കാസ്കേഡ് ഗിവ്സ് λ0 പ്ലസ് π-. അപ്പൊ നമുക്ക് ഇവിടെ സ്ട്രേഞ്ച്നെസ് നമ്പർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കിയേ, ബേരിയോൺ നമ്പർ ഓൾറെഡി കൺസേർവ്ഡ് ആണ് അല്ലെ? കാസ്കേഡിന്റെ 1 ഇതും 1. π1 എന്ന് പറയുന്നത് എന്തല്ല? ബേരിയോൺ അല്ല. സോ 0. ഓക്കെ, ദെൻ സ്ട്രേഞ്ച്നെസ് നമ്പർ. കാസ്കേഡിന്റെ സ്ട്രേഞ്ച്നെസ് നമ്പർ എത്രയാ? കാസ്കേഡിന്റെ സ്ട്രേഞ്ച്നെസ് നമ്പർ എന്ന് പറയുന്നത് -2 ആണ്. ബിക്കോസ് അതിന്റെ എന്താണ് സ്ട്രക്ചർ? USS ആണ്. അതായത് 2 സ്ട്രേഞ്ച് കോർക്കുണ്ട്. 2 സ്ട്രേഞ്ച് കോർക്കുണ്ട് കാസ്കേഡിന്റെ സ്ട്രക്ചർ. സോ അതിന്റെ സ്ട്രേഞ്ച്നെസ് നമ്പർ എത്രയാണ്? -2. മീൻസ് λ0 -1 ആണ് സ്ട്രേഞ്ച്നെസ്. അതിലൊരു സ്ട്രേഞ്ച് കോർക്കേ ഉള്ളൂ. പ്ലസ് പയോൺസിൽ എന്തില്ല? സ്ട്രേഞ്ച് കോർക്കില്ല. സോ ഇറ്റ് ഹാസ് എ സ്ട്രേഞ്ച്നെസ് നമ്പർ -1. അപ്പൊ ഇവിടുത്തെ ഡെൽറ്റ എസ് നോക്കിയേ, അതായത് ഇവിടെ -2ഉം ഇവിടെ -1ഉമാണ്. ദാറ്റ് മീൻസ് കൺസേർവ്ഡ് അല്ല. സോ ഡെൽറ്റ എസ് എന്ന് പറയുന്നത് എത്രയാ? ഡെൽറ്റ എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡോട്ട് ഫൈനൽ റിസൾട്ട് മൈനസ് ഇനീഷ്യൽ. ദാറ്റ് മീൻസ് -1 + 2 ദാറ്റ് ഈസ് ഈക്വൽ ടു +1 അല്ലെ? അപ്പൊ ഡെൽറ്റ എസ് എന്ന് പറയുന്നത് 0 ആയിരിക്കണം എപ്പോഴും അല്ലെ? ഡെൽറ്റ എസ് 0 ആയാൽ എന്തെന്ന് പറയുള്ളൂ? നമ്മൾ കൺസേർവ്ഡ് ആണ് എന്ന് പറയുള്ളൂ. അപ്പൊ ഇവിടെ ഡെൽറ്റ എസ് +1 ആണ് അല്ലെ? സോ നമ്മളുടെ സ്ട്രേഞ്ച്നെസ് നമ്പർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് കൺസേർവ്ഡ്. ഈ റിയാക്ഷനിൽ സ്ട്രേഞ്ച്നെസ് നമ്പർ എന്തല്ല? കൺസേർവ്ഡ് അല്ല. ഇനി അടുത്തൊരു റിയാക്ഷൻ നോക്കിയേ, സെയിം. λ0 gives ന്യൂട്രോൺ പ്ലസ് π0. അപ്പൊ λ0ന്റെ സ്ട്രേഞ്ച്നെസ് നമ്പർ -1 ആണ്. ന്യൂട്രോണിന്റെ സ്ട്രക്ചർ എന്താ? UDD ആണ്. ഒരു അപ്പ് കോർക്കും 2 ഡൗൺ കോർക്കും. ഇതിൽ എന്തില്ല? സ്ട്രേഞ്ച് കോർക്ക് ഇല്ല. സോ അതിന്റെ സ്ട്രേഞ്ച്നെസ് നമ്പർ 0. ദെൻ പയോൺസിലും ഇല്ല, പയോൺസിന്റെ 0. സോ അപ്പൊ നോക്കിയാൽ ഇവിടെ ഡെൽറ്റ എസ് എത്രയാ വന്നത്? ഡെൽറ്റ എസ് എന്ന് പറഞ്ഞാൽ ഡോട്ടർ ന്യൂക്ലിയൈഡ്. അതായത് ഡോട്ടർ ന്യൂക്ലിയൈഡ് എത്രയാണ്? 0. ഫൈനൽ മൈനസ് ഇനീഷ്യൽ എത്രയാ? -1. ദാറ്റ് ഈസ് +1. ഇവിടെയും ഡെൽറ്റ എസ് എത്രയാ നമുക്ക് കിട്ടിയത്? +1 ആണ്. വിച്ച് മീൻസ് ഡെൽറ്റ എസ് എന്ന് പറയുന്നത് 0 അല്ല. ദാറ്റ് മീൻസ് ഇവിടെ എന്തല്ല? സ്ട്രേഞ്ച്നെസ് നമ്പർ എന്ന് പറയുന്നത് കൺസേർവ്ഡ് അല്ല. അപ്പൊ ഈ 2 റിയാക്ഷനിലും സ്ട്രേഞ്ച്നെസ് നമ്പർ കൺസേർവ്ഡ് അല്ല. വിച്ച് മീൻസ് ദാറ്റ് ഈ റിയാക്ഷൻസ് ഒക്കെ എങ്ങനെയായിരിക്കും മീഡിയേറ്റ് ചെയ്യുന്നത്? ദേ ആർ മീഡിയേറ്റഡ് ബൈ വീക്ക് ഫോഴ്സ്. ഓക്കെ, സ്ട്രേഞ്ച്നെസ് നമ്പർ കൺസേർവ്ഡ് അല്ലെങ്കിൽ ഉറപ്പാണ് എന്താണ്? ആ ഒരു റിയാക്ഷൻ ഇറ്റ് ഈസ് മീഡിയേറ്റഡ് ബൈ ദ വീക്ക് ഇന്ററാക്ഷൻ. വീക്ക് ഇന്ററാക്ഷൻ ആയിരിക്കും ആ റിയാക്ഷൻ മീഡിയേറ്റ് ചെയ്തത്. ഓക്കെ, ഇനി ഡെൽറ്റ എസ് 0 വരുന്ന ഒരു കേസാണ് നിങ്ങൾ നോക്കുക. ഓക്കെ, സിമ്പിൾ. മിസ് അപ്പൊ ഇതിന്റെ ഒക്കെ മറ്റേ UDD അത് എഴുതാൻ പഠിക്കണം അല്ലേ? അത് ഇനി നമ്മൾ കോർക്ക് എടുക്കുമ്പോൾ ഓരോന്നിന്റെ സ്ട്രക്ചർ നമ്മൾ ശരിക്കും പഠിക്കും. ഓക്കെ, അപ്പൊ അതിന് മുന്നേ ഇത് എടുക്കേണ്ടതുള്ളത് കൊണ്ടാണ് ഞാൻ ഇത് എടുത്തത്.
അപ്പൊ ഇത് എടുത്തിണ്ടായില്ലല്ലേ? ഞാൻ കുറച്ചു നേരം വൈകി കയറാനായിട്ട്. അപ്പൊ ആ UDD ആ എഴുതണ അതെ എടുത്തിട്ടില്ല അല്ലേ? ഈ ടേബിളില്ലേ ഇപ്പൊ കാണുന്നുണ്ടോ സ്ക്രീനിൽ? ഓക്കെ ഓക്കെ. അത് ഇത് വെച്ചിട്ടാണ് നമ്മളിപ്പോ സ്ട്രേഞ്ചിനെസ് എഴുതിയത്. ഓക്കെ, ഇപ്പൊ ഒമേഗ മൈനസ് നോക്കി കഴിയുമ്പോൾ ഒമേഗ മൈനസിന് എന്തായാലും കാണാതെ പഠിക്കണം. ഇത് ഡയറക്ടറിനെ ക്വസ്റ്റ്യൻ ചോദിക്കണം മൈനസ്. ഒമേഗ മൈനസിന്റെ സ്ട്രേഞ്ചിനെസ്. ഒമേഗ മൈനസിൽ 3 സ്ട്രേഞ്ച് കോർക്കാണ്. സോ അതിന്റെ സ്ട്രേഞ്ചിനെസ് നമ്പർ എത്രയാ? -3. അപ്പൊ എത്ര സ്ട്രേഞ്ച് കോർക്ക് ഉണ്ടോ അത് അതിന്റെ നോക്കിയിട്ടാണ് നെഗറ്റീവ്. സ്ട്രേഞ്ചിനെസ് നമ്പർ എഴുതുന്നത്. ഓക്കെ, ഇനി ആന്റി സ്ട്രേഞ്ച് കോർക്ക് ആണെന്നുണ്ടെങ്കിൽ S ബാർ ആണെന്നുണ്ടെങ്കിൽ +1 ആയിരിക്കും. പ്ലസ് ആയിരിക്കും. എന്താണ് നോർമൽ സ്ട്രേഞ്ച് കോർക്ക് ആണെങ്കിൽ -1. ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ 0 ആയിരിക്കും സ്ട്രേഞ്ചിനെസ് നമ്പർ. ഇപ്പൊ പ്രോട്ടോണും ന്യൂട്രോണൊക്കെ. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ സ്ട്രേഞ്ചിനെസ് നമ്പർ എഴുതുന്നത്. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾ സ്ട്രേഞ്ചിനെസ് നമ്പർ എന്താന്നുള്ളത് പറഞ്ഞു, സ്ട്രേഞ്ച് പാർട്ടിക്കിൾസിന് എന്താന്നുള്ളതും പറഞ്ഞു. സ്ട്രേഞ്ച് പാർട്ടിക്കിൾസിനെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വാണ്ടം നമ്പർ ആണ് സ്ട്രേഞ്ചിനെസ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, നൗ ഐസോസ്പിൻ. വാട്ട് യു മീൻ ബൈ ഐസോസ്പിൻ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നോക്കടാ നമ്മുടെ ന്യൂക്ലിയസിൽ നമ്മൾ പറഞ്ഞു പ്രോട്ടോണും ന്യൂട്രോണും ആണ് ഉള്ളത് എന്നുള്ളത്. ഈ പ്രോട്ടോൺസും ന്യൂട്രോൺസിനും ഇടയിൽ എന്തുണ്ട്? നമ്മളുടെ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ഉണ്ട്. ഓക്കെ, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഈ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്താ? നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിരുന്നു. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഓർമ്മയുണ്ടോ? ഇറ്റ് ഈസ് ചാർജ് ഇൻഡിപെൻഡന്റ് അല്ലെ? അതായത് ചാർജിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത ഒരു ഫോഴ്സ് ആണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. കാരണം ഇവിടെ തന്നെ നോക്കൂ, പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ് ആണ്, പക്ഷെ ന്യൂട്രോണിന് ചാർജ് ഉണ്ടോ? ഇറ്റ് ഈസ് ചാർജ്ലെസ്. എന്നാലും എന്താണ് ഇവർക്കിടയിൽ എന്തുണ്ട്? ഈക്വലന്റ് ആയിട്ടുള്ള സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ഉണ്ട്. അപ്പൊ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു ചാർജിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത, ചാർജ് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു എന്താണ് ഫീച്ചറുള്ള ആണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. സോ അക്കോർഡിംഗ് ടു സ്ട്രോങ് ഫോഴ്സ്, അതായത് ഈ ന്യൂട്രോണിനെയും ഈ പ്രോട്ടോണിനെയും ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ ഇവർക്ക് എന്താണ്, ഇവരുടെ മാസ് നോക്കിയാലും എന്താണ്, പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും മാസ് ഓൾമോസ്റ്റ് ഈക്വൽ ആണ് അല്ലെ? പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും മാസും ഓൾമോസ്റ്റ് ഈക്വൽ ആണ്. അതുപോലെ ഇവരെ സ്ട്രോങ് ഫോഴ്സ് ആണെങ്കിലോ ചാർജിനെ ഡിപ്പെൻഡ് ചെയ്യാത്തത് കൊണ്ട് അതും വെച്ച് നമുക്ക് ഇവരെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം സ്ട്രോങ് ഫോഴ്സ് എന്തെങ്കിലും ചാർജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ അവിടെയാണ് നമ്മളുടെ ഐസോസ്പിൻ എന്ന് പറയുന്നതിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഐസോസ്പിൻ എന്ന് പറയുന്ന ഇമ്പോർട്ടൻസ്. എന്താണ് ഐസോസ്പിൻ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് അറൈസിംഗ് ഡ്യൂ ടു ദ ചാർജ് ഇൻഡിപെൻഡന്റ് നേച്ചർ ഓഫ് ന്യൂക്ലിയർ ഫോഴ്സ്. ന്യൂക്ലിയർ ഫോഴ്സിന്റെ ചാർജ് ഇൻഡിപെൻഡന്റ് നേച്ചർ കാരണം അതിന്റെ ഒരു റിസൾട്ട് ആയിട്ട് അറൈസ് ചെയ്ത് വരുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് ഐസോസ്പിൻ എന്ന് പറയുന്നത്. സോ ഐസോസ്പിൻ is defined for the subatomic particles that interact with strong force called hadrons. അതായത് സ്ട്രോങ് ഫോഴ്സ് അല്ലെങ്കിൽ സ്ട്രോങ് ഇന്ററാക്ഷൻസിൽ ആരാ ടേക്ക് പാർട്ട് ചെയ്യുന്നത്? ഹാഡ്രോൺസുകൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, ഹാഡ്രോൺസ് ആർ ടേക്ക് പാർട്ട് ഇൻ സ്ട്രോങ് ഇന്ററാക്ഷൻസ്. ഹാഡ്രോൺസ് എന്ന് പറയുന്നത് ആരൊക്കെയാണ്? ബേരിയോൺസും മെസോൺസും. സോ ഇവർക്കാണ് നമ്മൾ എന്ത് അസൈൻ ചെയ്ത് കൊടുക്കുന്നത്? ഐസോസ്പിൻ ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഐസോസ്പിൻ ആർക്കാ ഉള്ളത്? ഹാഡ്രോൺസുകൾക്ക്. ദേ ആർ ടേക്ക് ബിക്കോസ് ദേ ആർ ടേക്ക് പാർട്ട് ഇൻ സ്ട്രോങ് ഇന്ററാക്ഷൻ. ഓക്കെ, ഇനി എന്താണ് ഐസോസ്പിൻ നോക്കാം. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ഫോർ എ ഗ്രൂപ്പ് ഓഫ് പാർട്ടിക്കിൾസ് ദാറ്റ്, ഓക്കെ നമ്മൾ പറഞ്ഞു എന്താണ്, സെയിം മാസ് ഉള്ള, ഇപ്പൊ പ്രോട്ടോണിനും ന്യൂട്രോണിനും എന്താണ് ഓൾമോസ്റ്റ് സെയിം മാസ് ആണ് അല്ലെ? ഇങ്ങനെ ഓൾമോസ്റ്റ് സെയിം മാസ് ഉള്ളവരൊക്കെ ഒരു ഗ്രൂപ്പ് ആക്കിയിട്ടാണ് നമ്മൾ എന്ത് ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നത്? ഐസോസ്പിൻ ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നത്. ഓൾമോസ്റ്റ് ഒരേ മാസ് ഉള്ള ഹാഡ്രോൺസുകളൊക്കെ ഒരു ഗ്രൂപ്പിലിട്ടിട്ട് അങ്ങനെയാണ് അവർക്ക് ഐസോസ്പിൻ അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഐസോസ്പിൻ എന്ന് പറയുന്നത് ആർക്കേ ഉണ്ടാവുള്ളൂ? സ്ട്രോങ് ഇന്ററാക്ഷനിൽ ടേക്ക് പാർട്ട് ചെയ്യുന്ന ഹാഡ്രോൺസുകൾക്ക്. ഓക്കെ, ഓൾമോസ്റ്റ് സെയിം മാസ് ഉള്ള. ഓക്കെ, നോക്കാം. അതിന് മുന്നേ നമുക്ക് ഇതാ മൾട്ടിപ്ലിസിറ്റി. ഈ ഐസോസ്പിൻ ഡിഫൈൻ ചെയ്യുന്നത് മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി വെച്ചിട്ടാണ്. ദാറ്റ് മൾട്ടിപ്ലിസിറ്റി ഈസ് ഈക്വൽ ടു m is equal to 2i+1 ആണ്. ഓക്കെ, ഇതിൽ I എന്ന് പറയുന്നതാണ് നമ്മളുടെ ഐസോസ്പിൻ എന്ന് പറയുന്നത്. ഓക്കെ, മൾട്ടിപ്ലിസിറ്റി ഈസ് ഈക്വൽ ടു 2i+1 where I is the ഐസോസ്പിൻ. ഓക്കെ, ഇനി ഇവിടെ നോക്കിയേ, ഇങ്ങനെ നമ്മൾ ഓരോ പാർട്ടിക്കിളിനെയും സിംഗ്ലറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഇവരെ മാസിന്റെ ഇവർക്ക് 3 പേർക്കും എന്താണ് ഓൾമോസ്റ്റ് എന്താണ്, അതായത് അല്ല ഇവർക്ക് ഒരേ മാസ് ഉള്ളവർ എന്തില്ല, ഇല്ല, ഇവരെന്താണ് ഒറ്റക്കാണ്. ദാറ്റ് മീൻസ് ഇവരെന്താണ് സിംഗ്ലറ്റ് എന്ന് പറഞ്ഞു. ദാറ്റ് മീൻസ് ഇവരുടെ മൾട്ടിപ്ലിസിറ്റി 1 ആണ്. ഓക്കെ ആണോ? λ0, η0, ω-. ഇത് 3ഉം എന്താണ്? ഹാഡ്രോൺസുകളാണ്. ഇവർക്ക് എന്താണ്, ഇവരുടെ സെയിം മാസ് ഉള്ളവരില്ല, ഇവർ ഒറ്റക്കാണ്, സിംഗ്ലറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇവരുടെ മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത് 1 ആണ്.
ഈ ഡബ്ലറ്റ് നോക്കിയാൽ ഡബ്ലറ്റ് എന്ന് പറഞ്ഞാൽ പ്രോട്ടോണും ന്യൂട്രോണും ഇവർക്ക് രണ്ടുപേർക്കും ആൾമോസ്റ്റ് സെയിം മാസാണ്. അപ്പൊ ഇവർ ഒരു ഗ്രൂപ്പ് ആക്കി, അതാണ് ഡബ്ലറ്റ്. അതായത് രണ്ടാളുകളുള്ള ഈ രണ്ടാളുകൾക്കും എന്തായിരിക്കും ഒരേ മാസമായിരിക്കും. ഓക്കെ, പക്ഷെ ചാർജിന് എന്ത് ചെയ്യുന്നില്ല, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. നോക്കണം, ചാർജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, കാരണം ഈ രണ്ടുപേർക്കും ഡബ്ലറ്റ് ആയി നിൽക്കുന്ന രണ്ടുപേർക്കും സെയിം ചാർജ് ആവണമെന്ന് ഒരു നിർബന്ധവുമില്ല. ബിക്കോസ് ചാർജ് ഇൻഡിപെൻഡന്റ് ആണ്. ആ ഒരു നേച്ചറിൽ നിന്നാണ് ഐസോസ്പിൻ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത് തന്നെ. അപ്പൊ ചാർജിനെ മൈൻഡ് ചെയ്യേ വേണ്ട, ഓൺലി ഡിപ്പെൻഡ് ഓൺ മാസ്. ഒരേ മാസ് ഉള്ളവരെ ഒരു ഗ്രൂപ്പ് ആക്കി. ഓക്കെ, അപ്പൊ പ്രോട്ടോണും ന്യൂട്രോണും ഓൾമോസ്റ്റ് സെയിം മാസ് ആണ്. അപ്പൊ അവരെന്താണ് ഡബ്ലറ്റ് എന്ന് പറഞ്ഞാൽ 2. ദാറ്റ് മീൻസ് മൾട്ടിപ്ലിസിറ്റി 2. അത് സെയിം മാസ് ഉള്ള അവരാണ്. അടുത്തത് കയോൺസ്, K+ഉം K0. K+നും K0ക്കും ഓൾമോസ്റ്റ് സെയിം മാസ് ആണ്. സോ ദേ ആർ ഡബ്ലറ്റ്. ചാർജ് നോക്കരുത്, കാരണം എന്താ അവിടെ നോക്കി 1 + 1 0 ആണ്. പക്ഷെ നമ്മളുടെ ഐസോസ്പിൻ എന്ന് പറയുന്നത് എന്താണ്, ചാർജ് ഇൻഡിപെൻഡന്റ് ആണ്. ദെൻ K0 ആൻഡ് K-, ഇവർക്ക് രണ്ടുപേർക്കാണ് സെയിം മാസ്. സോ അവരും ഒരു ഡബ്ലറ്റ് ആണ്. ദെൻ കാസ്കേഡ് 0 ആൻഡ് കാസ്കേഡ് -, ഇവരും ഒരു ഡബ്ലറ്റ് ആണ്. ഇനി ട്രിപ്ലറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, 3 പേരുണ്ടാവില്ലേ. ഈ 3 പേർക്കും എന്താണ് ഓൾമോസ്റ്റ് സെയിം മാസ് ആയിരിക്കും അല്ലെ. നോക്കിയേ, പയോൺസ് π+, π0, π-, ഈ 3 പേർക്കും ഓൾമോസ്റ്റ് സെയിം മാസ് ആണ്. സോ ദേ ആർ ബിലോങ്സ് ടു വൺ ഗ്രൂപ്പ് കാൾഡ് ട്രിപ്ലറ്റ്. സോ അവരുടെ മൾട്ടിപ്ലിസിറ്റി എത്ര ആയിരിക്കും, 3. ദെൻ അതുപോലെ σ+, σ0, σ-, ρ+, ρ0, ρ-. ഇവരെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്, ട്രിപ്ലറ്റിന് എക്സാമ്പിൾ ആണ്. അവരുടെ മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ 3 ആണ്. ഇനി ക്വാഡ്രേറ്റ് എന്ന് പറയുമ്പോൾ 4, ഡെൽറ്റ++, ഡെൽറ്റ+, ഡെൽറ്റ0, ഡെൽറ്റ-. ഈ 4 പാർട്ടിക്കിൾസിന് എന്താണ് ഓൾമോസ്റ്റ് സെയിം മാസ് ആണ്. സോ ദേ ബിലോങ്സ് ടു ക്വാഡ്രേറ്റ് ഗ്രൂപ്പ് ആൻഡ് ദേ ഹാവ് എ മൾട്ടിപ്ലിസിറ്റി ഓഫ് 4. m = 4. അപ്പൊ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, സിംഗ്ലറ്റ്, ഡബ്ലറ്റ്, ട്രിപ്ലറ്റ്, ക്വാഡ്രറ്റ് എന്ന് പറഞ്ഞ് ഹാഡ്രോൺസുകളെ ഗ്രൂപ്പ് ചെയ്തു. എന്തിന്റെ ബേസിസിൽ, ഓൺ ദ ബേസിസ് ഓഫ് ദെയർ മാസ്. അവരുടെ ഒരേ മാസ് അല്ലെ, ഒരേ മാസ് ഉള്ളവരൊക്കെ ഒരു ഗ്രൂപ്പ് ആക്കിയിട്ട് അവരുടെ മൾട്ടിപ്ലിസിറ്റി നമുക്ക് കിട്ടി. ഓക്കെ ആണോ? മൾട്ടിപ്ലിസിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് അവരുടെ എന്ത് കാണാം, ഐസോസ്പിൻ നമുക്ക് എന്ത് ചെയ്യാം, കാൽക്കുലേറ്റ് ചെയ്യാം ബൈ യൂസിങ് ദ ഇക്വേഷൻ m = 2i+1 അല്ലെ. മൾട്ടിപ്ലിസിറ്റി നമുക്ക് കിട്ടി. ഇപ്പൊ ഒരു പാർട്ടിക്കിൾ കിട്ടിക്കഴിഞ്ഞാൽ പയോൺ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം പയോൺ എന്ന് പറയുന്നത് ഒരു ട്രിപ്ലറ്റ് ആണ്. ദാറ്റ് മീൻസ് π+, π- π0, അതൊരു ട്രിപ്ലറ്റ് ആണ്. ദാറ്റ് മീൻസ് അതിന്റെ എമ്മിന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, 3 ആണ് എന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ പയോൺസുകളുടെ ഐസോസ്പിൻ കണ്ടെത്താൻ സിമ്പിൾ അല്ലേ. എന്താണ്, 2i+1 = 3, വേർ 2i = 3 - 1 എത്ര കിട്ടും നമുക്ക്, -2, ആൻഡ് i എന്ന് പറയുന്നത് എത്ര കിട്ടും, i = -1. 3 - 1 2 അല്ലേ. 3 - 1 എത്രയാ, 2 ആണ്. 2/2 1 ആയിരിക്കും കിട്ടുക. ഓക്കെ, നമുക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട്. ആദ്യം സിംഗ്ലറ്റ് എന്ന് പറയുന്നത് ആരാണ്, λ0, ω- അല്ലേ, ഇവരൊക്കെ അല്ലേ സിംഗ്ലറ്റിന് എക്സാമ്പിൾ. സോ സിംഗ്ലറ്റ് ആവുമ്പോൾ മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത് 1 ആണ്. ദാറ്റ് ഈസ് 2i+1 = 1. സോ 2i = 0. സോ i = 0 എന്ന് കിട്ടും. അതായത് λ0ന്റെയും സിംഗ്ലറ്റ് ആണെങ്കിൽ അവരുടെ ഐസോസ്പിൻ വാല്യൂ എത്രയാണ്, 0 ആണ്. ഇനി ഡബ്ലറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം പ്രോട്ടോൺ, ന്യൂക്ലിയോൺസ് ഒക്കെ അല്ലെ, പ്രോട്ടോൺ, ന്യൂട്രോൺ ഇവരൊക്കെയാണ് ഡബ്ലറ്റിന് എക്സാമ്പിൾ. അപ്പൊ അവരുടെ മൾട്ടിപ്ലിസിറ്റി എത്രയാണ്, 2 ആണ്. ദേ ഹാവ് എ മൾട്ടിപ്ലിസിറ്റി 2, ഡബ്ലറ്റ് ആയതുകൊണ്ട്. സോ ഐസോസ്പിൻ ഈസ് 2i+1 = 2. Then i = 2 - 1 1 and i = 1/2. It's very important. ഡബ്ലറ്റുകളുടെ ഐസോസ്പിൻ, അതായത് നമ്മളുടെ പ്രോട്ടോൺ, ന്യൂട്രോൺ ഇവരുടെയൊക്കെ ഐസോസ്പിൻ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, 1/2 ആണ്. അവരൊക്കെ എന്താണ്, ഡബ്ലറ്റ്സ് ആണ്. ഓക്കെ, ദെൻ ഇതുപോലെ ഇനി അടുത്ത നെക്സ്റ്റ് ട്രിപ്ലറ്റിന്റെ ആണെങ്കിൽ അതാ ട്രിപ്ലറ്റ് ആവുമ്പോൾ നമ്മൾ ആരൊക്കെയാണ് എക്സാമ്പിള്, σ+, -σ, അത് പയോൺസ്. യെസ്, അവരുടെ മൾട്ടിപ്ലിസിറ്റി 3 ആണ്. സോ 2i+1 = 3. ദെൻ i = 2/2, ദാറ്റ് ഈസ് i = 1. അതായത് പയോൺസുകളുടെയും σ+ന്റെയും ഒക്കെ ഐസോസ്പിൻ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, 1 ആണ്. അപ്പൊ ഇങ്ങനെ നമുക്ക്, അതായത് അവരുടെ മൾട്ടിപ്ലിസിറ്റി അറിഞ്ഞു കഴിഞ്ഞാൽ, ഹാഡ്രോൺസിന്റെ മൾട്ടിപ്ലിസിറ്റി അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ഐസോസ്പിൻ എന്ത് ചെയ്യാം, കാൽക്കുലേറ്റ് ചെയ്യാം ബൈ യൂസിങ് ദി ഇക്വേഷൻ m = 2i+1.
അപ്പൊ നമുക്ക് എന്താണ് ആ ഹാഡ്രോൺസ് ഏത് ഇതിൽ പെടുന്നു എന്ന് അറിയണം. ദാറ്റ് മീൻസ് അതൊരു സിംഗ്ലറ്റ് ആണോ, ഡബ്ലറ്റ് ആണോ, ട്രിപ്ലറ്റ് ആണോ എന്നുള്ള ഐഡിയ നമുക്കുണ്ടായിരിക്കും. ഓക്കെ, കണ്ടോ, സിംഗ്ലറ്റിൽ വരുന്ന പാർട്ടിക്കിൾസ് അവരുടെ ഐസോസ്പിൻ വാല്യൂ നമ്മളിപ്പോ കാൽക്കുലേറ്റ് ചെയ്തില്ലേ. സിംഗ്ലറ്റ് ആണെങ്കിൽ ഐസോസ്പിൻ എത്രയാണ് കിട്ടിയിരുന്നത്? 0 ആണ് കിട്ടിയിരുന്നത്. ഓക്കെ, എങ്ങനെ കിട്ടി എന്നുള്ളതാണ് കോളത്തിൽ കാണിച്ചിട്ടുള്ളത്. എം ഇസ് ഈക്വൽ ടു 2i+1 ആണ്. എം 1 ആണ്. സിംഗ്ലറ്റ് ആകുമ്പോൾ എമ്മിന്റെ വാല്യൂ എത്രയാണ്? 1 ആണ്. ദാറ്റ് ഈസ് 2i+1 is equal to 1. അങ്ങനെയാണെങ്കിൽ i is equal to 0. ദെൻ ഡബ്ലറ്റിന്റെ എല്ലാവരുടെയും ഐസോസ്പിൻ 1/2. അതെങ്ങനെയാണ് കിട്ടിയിട്ടുള്ളതെന്ന് കാണിച്ചു. ദെൻ ട്രിപ്ലറ്റിന്റെ 1. ദെൻ അതെങ്ങനെ, ദെൻ നോക്കിയേ ക്വാഡ്രേറ്റ് എന്ന് പറയുന്നത് ഡെൽറ്റ, അത് എത്രയാ? 3/2 ആണ് കിട്ടിയിട്ടുള്ളത്. ദാറ്റ് മീൻസ് 2i+1 എന്ന് പറയുന്നത് 4 ആണ്. സോ 2i എന്ന് പറയുന്നത് 3 ആണ്. സോ i is equal to 3/2. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹാഡ്രോൺസിന്റെ ഐസോസ്പിൻ കണ്ടെത്തുന്നത് ബൈ ഗ്രൂപ്പിംഗ് ദം ഇൻടു സിംഗ്ലറ്റ്, ഡബ്ലറ്റ്, ട്രിപ്ലറ്റ് ആൻഡ് ക്വാഡ്രേറ്റ് എക്സെട്ര. ഓക്കെ, നൗ നമ്മൾ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന ക്വാണ്ടിറ്റിയാണ് I3. ദാറ്റ് മീൻസ് തേർഡ് കമ്പോണന്റ് ഓഫ് ഐസോസ്പിൻ. ഐസോസ്പിന്നിന്റെ തേർഡ് കമ്പോണന്റ് I3. ദാറ്റ് മീൻസ് ആക്ച്വലി അത് എന്താ വെച്ചാൽ ഒരു പ്രൊജക്ഷൻ ആണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ സ്പിന്നൊക്കെ പറയുന്ന പോലെ തന്നെ സ്പിന്നിന്റെ പ്രൊജക്ഷൻ കാണുന്ന S3 നമ്മൾ പറയുന്ന പോലെ തന്നെ അതിന് ഇക്വലന്റ് ആയിട്ട് ഐസോസ്പിന്നിന്റെ പ്രൊജക്ഷൻ കാണിക്കുന്നതാണ് I3 ആക്ച്വലി. ദ തേർഡ് കമ്പോണന്റ്, അതിന്റെ നെയിമാണ് തേർഡ് കമ്പോണന്റ് ഓഫ് ഐസോസ്പിൻ ഓർ I3. ഓക്കെ, ഈ I3 നമ്മൾ കണ്ടുപിടിക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ് ഇനി നിങ്ങൾക്ക് അടുത്ത എന്താണ് ഇതിൽ മനസ്സിലാവും. അതായത് ഒരു ന്യൂക്ലിയർ റിയാക്ഷനിൽ ചില കേസിൽ എന്താണ് നമ്മളുടെ ഐസോസ്പിൻ ആയിരിക്കും കൺസേർവ്ഡ്, ചിലതില് I3 ആയിരിക്കും കൺസേർവ്ഡ്. അപ്പൊ അത് നോക്കിയിട്ട് നമുക്ക് ആ ഇന്ററാക്ഷൻ സ്ട്രോങ് ആണോ അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് ആണോ എന്ന് കണ്ടെത്താൻ പറ്റും. സോ അതിനാണ് നമ്മൾ ഈ I3യും ഐയും ഐസോസ്പിന്നും തേർഡ് കമ്പോണന്റ് ഓഫ് ഐസോസ്പിന്നും സെപ്പറേറ്റ് പഠിക്കുന്നത്. ഓക്കെ, അതിന്റെ കൺസർവേഷൻ വെച്ചിട്ട് നമുക്ക് ആ തന്നിരിക്കുന്ന റിയാക്ഷൻ ഏത് റിയാക്ഷൻ ആണ്, ആ റിയാക്ഷൻ മീഡിയേറ്റ് ചെയ്യുന്നത് ഏത് ഫോഴ്സ് ആണ് എന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഓക്കെ, സോ തേർഡ് കമ്പോണന്റ് ഓഫ് ഐസോസ്പിൻ ഓർ I3. It is a component of isospin along a particular direction denoted by I3. അപ്പോൾ തേർഡ് കമ്പോണന്റ് ആയതുകൊണ്ട് തന്നെ അതിന് നമ്മൾ I3 എന്ന് പറഞ്ഞിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. Okay, and it represents different charge state of a multiplet. That is, I3 has 2i+1 values varying from -i to i. ഒന്നുമില്ല, സിമ്പിൾ ആണ്. അതായത് നമ്മളിപ്പോ ഒരു പാർട്ടിക്കിൾ നമുക്ക് തന്നു കഴിഞ്ഞാൽ I3 അല്ലെങ്കിൽ തേർഡ് കമ്പോണന്റ് ഓഫ് ഐസോസ്പിന്റെ വാല്യൂ ഏത് മുതൽ ഏതുവരെ വാരി ചെയ്യുന്ന പറഞ്ഞത് -i to i. ഓക്കെ, -i to i വരെ ആയിരിക്കും അതിന്റെ I3 വാല്യൂസ് വാരി ചെയ്യുക. വിച്ച് മീൻസ് ഇപ്പൊ നോക്കിയ പ്രോട്ടോണും ന്യൂട്രോണും, ദാറ്റ് മീൻസ് ന്യൂക്ലിയോൺസ് അല്ലെ. ന്യൂക്ലിയോൺസ് എന്ന് പറയുന്നത് ഡബ്ലറ്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഐസോസ്പിൻ നമുക്കറിയാം 1/2 ആണ് അല്ലെ. രണ്ടിന്റെയും 1/2 ഐസോസ്പിൻ ആണ്. അപ്പൊ I3 എങ്ങനെ വേരി ചെയ്യുന്ന പറഞ്ഞത് -i to +i. ദാറ്റ് മീൻസ് -1/2 മുതൽ +1/2 വരെ ആയിരിക്കും ഇതിന്റെ I3ന്റെ വേരിയേഷൻ എന്ന് പറയുന്നത്. വിച്ച് മീൻസ് എന്താണ്, പ്രോട്ടോണിന് +1/2ഉം ന്യൂട്രോണിന് -1/2. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അതിന്റെ I നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ I3 എങ്ങനെയായിരിക്കും, -i മുതൽ i വരെ. അതിൽ പ്രോട്ടോണിന് +1/2ഉം ന്യൂട്രോണിന് -1/2. കേസ് നോക്കിയാകുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ ക്ലിയർ ആവും. π+, π0, π-. അതൊരു ട്രിപ്ലറ്റ് ആണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഐസോസ്പിൻ എന്ന് പറയുന്നത് എത്രയാ? 1 ആണ്. ഓക്കെ, 3 പാർട്ടിക്കിളിന് 1. അപ്പൊ ഇവരുടെ I3 എങ്ങനെയായിരിക്കും വേരി ചെയ്യുന്നത്? -1 മുതൽ 1 വരെ അല്ലെ. -1 മുതൽ 1 വരെ. ദാറ്റ് മീൻസ് I3 എന്ന് പറയുന്നത് പ്ലസ് ചാർജ് അല്ലേ. സോ അതിന്റെ +1, ദെൻ π0 അതിന്റെ 0, π- അതിൻ്റെത് -. അതായത് -1 മുതൽ 0 എന്ന് വരെ പറയുമ്പോൾ അതിൽ ആരൊക്കെപ്പെടുന്നുണ്ട്? -1, 0, +1. ഓക്കെ, കണ്ടോ? ഇങ്ങനെയാണ് I3യുടെ വാല്യൂ നമ്മൾ കണ്ടെത്തുന്നത്. ഓക്കെ, I അറിയാമെങ്കിൽ സിമ്പിൾ ആണ്. കാരണം അത് എങ്ങനെയായിരിക്കും, -i മുതൽ i വരെ അത് നമ്മൾ കൊടുത്താൽ മതി. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ I3 അല്ലെങ്കിൽ തേർഡ് കമ്പോണന്റ് ഓഫ് ഐസോസ്പിൻ കണ്ടെത്തുന്നത്. ബോത്ത് and I follows ultimate prediction. ഫോളോ ചെയ്യുന്നുണ്ട്.
എങ്ങനെയാണ് അത് ഫോളോ ചെയ്യുന്നത്? ഓക്കെ, ഈ പോയിന്റ് ഇമ്പോർട്ടന്റ്. ഐസോസ്പിൻ ഈസ് ഓൺലി ഡിഫൈൻഡ് ഫോർ ഹാഡ്രോൺസ്. നമ്മൾ പറഞ്ഞു എന്താണ് ഐസോസ്പിൻ ആർക്ക് മാത്രമേ ഉള്ളൂ? ഹാഡ്രോൺസിന് മാത്രമേ ഉള്ളൂ. കാരണം എന്താ? ദേ ഇന്ററാക്ട് വിത്ത് സ്ട്രോങ് ഫോഴ്സ്. അതുകൊണ്ട് തന്നെ ലെപ്റ്റോൺസിന്റെ ഐസോസ്പിൻ എത്രയായിരിക്കും? 0 ആയിരിക്കും. ലെപ്റ്റോൺസിന്റെ മാത്രമല്ല, ഗോജ് ബോസോൺസ്, ഫോട്ടോൺസ്, ഇവരുടെ എല്ലാവരുടെയും ഐസോസ്പിൻ ഐ വാല്യൂ, ഇപ്പൊ ക്വസ്റ്റ്യൻ വരും എന്താണ് ഐ വാല്യൂ ഓഫ് ഇലക്ട്രോൺ എത്രയാണെന്നുള്ളത്. അപ്പൊ നമുക്ക് എന്തറിയണം? ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഒരു ലെപ്റ്റോൺ ആണ്. അപ്പൊ ലെപ്റ്റോൺസിന്റെ ഐസോസ്പിൻ വാല്യൂ 0 ആയതുകൊണ്ട് ഇലക്ട്രോണിന്റെ ഐസോസ്പിൻ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, ഹാഡ്രോൺസിന് മാത്രമേ എന്തുള്ളൂ? ഐസോസ്പിൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ. ബിക്കോസ് ദേ ടേക്ക് പാർട്ട് ഇൻ സ്ട്രോങ് ഇന്ററാക്ഷൻ. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾ ഓരോ പാർട്ടിക്കിളിന്റെ, അതായത് ഹാഡ്രോൺ പാർട്ടിക്കിളിന്റെ ഐസോസ്പിൻ കാണാനുള്ള ഇക്വേഷൻ ആണ് 2i+1 മൾട്ടിപ്ലിസിറ്റി വെച്ച് പറഞ്ഞത്. ഇനി ഒരു ന്യൂക്ലിയസ് എടുക്കുക. ഓക്കെ, ഒരു ന്യൂക്ലിയസ് എടുക്കുക. ഈ ഒരു ന്യൂക്ലിയസ് ആണ്. ഒരു ന്യൂക്ലിയസിൽ അപ്പൊ എന്തൊക്കെ ഉണ്ട്? നമ്മളെ ഹാഡ്രോൺ പാർട്ടിക്കിൾ ആയിട്ടുള്ള പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട് അല്ലെ? പ്രോട്ടോൺസ് ഉണ്ടായിരിക്കും ആൻഡ് ന്യൂട്രോൺസ് ഉണ്ടായിരിക്കും ഒരു ന്യൂക്ലിയസിൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ന്യൂക്ലിയസിന്റെ ഐസോസ്പിൻ, തേർഡ് കമ്പോണന്റ് ഓഫ് ഐസോസ്പിൻ എന്ന് പറയുന്നത് a/2 ആയിരിക്കും. അതിന്റെ മാക്സിമം പോസിബിൾ ഐസോസ്പിൻ എന്ന് പറയുന്നത് a/2 ആയിരിക്കും. വേർ a എന്ന് പറയുന്നത് മാസ് നമ്പർ ആണ്, അതായത് പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ. ഓക്കെ, മാസ് നമ്പർ ആണ്. അപ്പൊ മാക്സിമം പോസിബിൾ ഐസോസ്പിൻ എന്ന് പറയുന്നത് a/2 ആയിരിക്കും. ആൻഡ് തേർഡ് കമ്പോണന്റ് ഓഫ് ഐസോസ്പിൻ, ആ ഒരു ന്യൂക്ലിയസിന്റെ I3 എന്ന് പറയുന്നത് എത്രയായിരിക്കും? n-z/2 ആയിരിക്കും. വേർ n is the neutron number and z is the atomic number by 2. ഓക്കെ, ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക, മേ ബി ചിലപ്പോ ചോദിക്കാം. ഓക്കെ, ദെൻ ഓൾ ഐസോബാർ ഹാവ് സെയിം ഐസോസ്പിൻ. എല്ലാ ഐസോബാറുകൾക്കും സെയിം ഐസോസ്പിൻ ആണ് എന്ന് പറയുന്നത്. അതായത് ഐസോബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിം മാസ് നമ്പർ ആയിരിക്കും, ബട്ട് ഡിഫറെന്റ് ആറ്റോമിക് നമ്പർ. ഇപ്പൊ കാർബൺ 614, നൈട്രജൻ 714, ദെൻ ഓക്സിജൻ 814. ഓക്കെ, ഇത് നോക്കിയാൽ ഇതിൽ 3 മാസ് നമ്പർ സെയിം ആണ്, ആറ്റോമിക് നമ്പർ ഡിഫറെന്റ് ആണ്. ദാറ്റ് മീൻസ് ഇവരെല്ലാം ഐസോബാർസ് ആണ്. അപ്പൊ ഇങ്ങനെ ഐസോബാറുകൾക്കെല്ലാം സെയിം ഐസോസ്പിൻ ആണെന്നാ പറയുന്നത്. ദാറ്റ് മീൻസ് നമുക്കറിയാം മാക്സിമം പോസിബിൾ ഐസോസ്പിന് കാണാനുള്ള ഒരു ന്യൂക്ലിയസിന്റെ മാക്സിമം പോസിബിൾ ഐസോസ്പിന് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? a/2 ആണ്. അപ്പൊ ഇവരുടെ മാക്സിമം പോസിബിൾ ഐസോസ്പിൻ എത്രയായിരിക്കും? a/2. ഇവരുടെ 3 പേരുടെയും a ഈക്വൽ ആണ്. ദാറ്റ് മീൻസ് 14/2 is equal to 7. ദാറ്റ് മീൻസ് ഈ 3 ന്യൂക്ലിയസുകൾക്കും ഇവർക്ക് 3 പേർക്കും 7 മാക്സിമം പോസിബിൾ ഐസോസ്പിൻ ഉണ്ടായിരിക്കും. അതാണ് പറഞ്ഞത് ഐസോബാർ a/2 അല്ലേ ഇക്വേഷൻ. അപ്പോ ഐസോബാർ എന്ന് പറഞ്ഞാൽ a സെയിം അല്ലേ? അപ്പോ എന്താണ്? എല്ലാ ഐസോബാറുകൾക്കും ഒരേ ഐസോസ്പിൻ ആയിരിക്കും. ഇനി നോക്കിയേ, ഐസോസ്പിൻ ഓഫ് എ ഡ്യൂട്ടറോൺ is 0 because it is a 2-nucleon singlet system. ഓക്കെ, അപ്പൊ ഐസോസ്പിൻ ഓഫ് എന്താണ്? ഐസോസ്പിൻ ഓഫ് ഡ്യൂട്ടറോൺ. ഡ്യൂട്രോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? 1H1 ആണ് അല്ലെ? സോറി, 1H2 ആണ്. ദാറ്റ് മീൻസ് ഒരു പ്രോട്ടോണും ഒരു ന്യൂട്രോണും അല്ലെ? ഇതല്ലേ ഡ്യൂട്രോൺ എന്ന് പറയുന്നത്. ഈ ഡ്യൂട്രോണിന്റെ ഐസോസ്പിൻ എന്ന് പറയുന്നത് 0 ആണെന്നാ പറയുന്നത്. ശരിക്കും ഐസോസ്പിൻ 0 ആവണമെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഐസോസ്പിൻ 0 ആവണമെന്നുണ്ടെങ്കിൽ ആ പാർട്ടിക്കിൾ എന്തായിരിക്കണം? ദാറ്റ് മീൻസ് അതൊരു സിംഗ്ലറ്റ് ആയിരിക്കണ്ടേ? സിംഗ്ലറ്റ് മീൻസ് സിംഗ്ലറ്റ് ആയാലേ ഐസോസ്പിൻ 0 വരുന്നുള്ളൂ. ഡബ്ലറ്റ് ആകുമ്പോൾ ഐസോസ്പിൻ എത്രയാ വരുന്നത്? 1/2 ആണ്. ട്രിപ്ലറ്റ് ആകുമ്പോൾ 1 ആണ്. ക്വാഡ്രറ്റ് ആകുമ്പോൾ 3/2 ആണ് അല്ലെ? അപ്പോ എന്താണ്? ദാറ്റ് മീൻസ് ഇവിടെ ഈ പ്രോട്ടോണും ന്യൂട്രോണും എന്തായിട്ട് മാറുകയാണ്? ഒരു ഒറ്റ സിസ്റ്റമായിട്ട്, സിംഗ്ലർ സിസ്റ്റമായിട്ട് മാറുന്നത് കൊണ്ട് നമ്മളുടെ ഡ്യൂട്രോണിന്റെ ഐസോസ്പിൻ 0 ആണ്. അത് ഓർത്തു വെക്കണേ. ഡ്യൂട്രോണിന്റെ ഐസോസ്പിൻ ഓഫ് ഡ്യൂട്രോൺ എന്ന് പറയുന്നത് 0 ആണ്. കാരണം ഇവിടെ എന്താണ്? ഈ പ്രോട്ടോണും ന്യൂട്രോണും കൂടി ചേർന്ന് ഒരു സിംഗ്ലറ്റ് സിസ്റ്റം ആയിട്ട് നിൽക്കുകയാണ്. ഓക്കെ, പ്രോട്ടോൺ ന്യൂട്രോൺ എന്ന് പറഞ്ഞാൽ ശരിക്കും പ്രോട്ടോണിന്റെയും ന്യൂട്രോൺ ഇവരെന്തിന് എക്സാമ്പിൾ ആണ്? ഡബ്ലറ്റ് ആണല്ലേ? ഇവരുടെ ഐസോസ്പിൻ 1/2 ആണ്. പക്ഷേ ഇവര് ഈ ഡ്യൂട്രോൺ ആയിട്ട് ആ ഒരു സ്ട്രക്ചറിലേക്ക് വരുമ്പോൾ അവരെന്താണ്? ഒറ്റൊന്നായിട്ട് സിംഗിൾ ആയിട്ട് ഒരു സിംഗ്ലറ്റ് സിസ്റ്റം ആയിട്ട് നിന്നുകൊണ്ട് മൾട്ടിപ്ലിസിറ്റി 1 ആയിരിക്കും. അങ്ങനെ അവരുടെ ഐസോസ്പിൻ എന്ന് പറയുന്നത് എത്രയാണ്? 0 ആണ്. ഡ്യൂട്ടറോണിന്റെ. ഓക്കെ, പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും ഐസോസ്പിന് 1/2 തന്നെയാണ്. പക്ഷെ ഡ്യൂട്രോൺ എന്ന് പറയുന്ന ആ ഒരു അറ്റോമിക് സ്ട്രക്ചറിലോട്ട് വരുമ്പോൾ അവരെന്താണ്? ഒരു സിംഗിൾ സിസ്റ്റം ആയിട്ട് നിന്നിട്ട് അവരുടെ ഡ്യൂട്രോണിന്റെ ഐസോസ്പിൻ എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾ ഐസോസ്പിൻ ഓഫ് എ ന്യൂക്ലിയസ് നോക്കി. ദെൻ തേർഡ് കമ്പോണന്റ് ഓഫ് ഐസോസ്പിൻ ഓഫ് എ ന്യൂക്ലിയസ്
ഐസോസ്പിൻ I3 എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഓക്കെ, ഇങ്ങനെയാണ് ഐസോസ്പിൻ. കണ്ടോ, ആദ്യം നമ്മൾ പഠിച്ച എല്ലാതും ഉണ്ടല്ലോ ഈ ടേബിളിൽ. സിംഗ്ലറ്റ് അവരുടെ ഐസോസ്പിൻ 0 ആണ്. ഐസോസ്പിൻ 0 ആണെങ്കിൽ പിന്നെ ഇവരുടെ I3 നോക്കേണ്ട കാര്യമുണ്ടോ? കാരണം ഇവരുടെ I3 എങ്ങനെയായിരിക്കും വേരി ചെയ്യുക? -0 മുതൽ 0 വരെ. ദാറ്റ് മീൻസ് -I to I. സോ ഇവരുടെ എന്താണ് തേർഡ് കമ്പോണന്റ് അല്ലെങ്കിൽ I3 ഓട്ടോമാറ്റിക്കലി 0 ആയിരിക്കും. ഈ ഡബ്ലറ്റ് ആകുമ്പോൾ ഇവരുടെ ഐസോസ്പിൻ എന്ന് പറയുന്നത് നോക്കിയേ 1/2 ആണ് അല്ലെ. അപ്പോ -1/2 മുതൽ +1/2 വരെ ആയിരിക്കും ഇവരുടെ വാരി ചെയ്യുക I3 എന്ന് പറയുന്നത്. അതില് പ്ലസ് ഉള്ളതിന് +1/2 മറ്റതിന് -1/2 കൊടുത്താൽ മതി. പ്രോട്ടോൺ ന്യൂട്രോൺ ആകുമ്പോൾ പ്രോട്ടോണ് +1/2 ന്യൂട്രോണ് -1/2. K+ഉം K0 ആകുമ്പോൾ K+ന് +1/2 K0ക്ക് -1/2. ഇനി കാസ്കേഡ് 0 ആകുമ്പോൾ കാസ്കേഡ് 0ക്ക് +1/2 കാസ്കേഡ് മൈനസിന് -1/2 അങ്ങനെ കൊടുക്കുക. ഇനി അടുത്ത ട്രിപ്ലെറ്റ് ആകുമ്പോൾ എന്താണ് ഇതാ ട്രിപ്ലെറ്റിന്റെ ഐസോസ്പിന് 1 ആണ്. അതുകൊണ്ട് തന്നെ അവര് -1 മുതൽ +1 വരെ വാല്യൂ ചെയ്യും. സോ അവരുടെ വാല്യൂ +1 0 -1 ഇങ്ങനെ ആയിരിക്കും വരിക. ദാറ്റ് മീൻസ് എന്താണ് പൈ0ന്റെ I3 വാല്യൂ എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാ? 0 ആണ്. എന്നാൽ സിഗ്മ മൈനസിന്റെ I3 വാല്യൂ എത്ര ചോദിച്ചാൽ എത്രയാണ്? -1. I3 വാല്യൂ ഓക്കെ, I വാല്യൂ എത്ര തന്നെയാണ്? 1 തന്നെയാണ്. പക്ഷെ I3 വാല്യൂ ഓഫ് സിഗ്മ മൈനസ് ഈസ് -1. ഇനി ക്വാഡ്രറ്റ് ആകുമ്പോൾ 3/2 ആണ് അതിന്റെ എന്ത് ഐസോസ്പിൻ എന്ന് പറയുന്നത്. സോ അത് ഏത് മുതൽ ഏത് വരെ വാരി ചെയ്യും? -3/2 മുതൽ +3/2 വരെ. സോ ഇവിടെ വാല്യൂസ് ഇതൊക്കെ 3/2, 1/2, -1/2, +3/2. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഐസോസ്പിന്നും അതുപോലെ തേർഡ് കമ്പൗണ്ട് I3യും എന്താണ് ഡിഫൈൻ ചെയ്യുന്നത്? ഓക്കെ, ഇനി നമുക്ക് ഒരു റിയാക്ഷൻ നോക്കാം. പ്രോട്ടോൺ പ്ലസ് പ്രോട്ടോൺ ഗീസ് K++ സിഗ്മ പ്ലസ്. നോക്കിയേ, പ്രോട്ടോൺ ആകുമ്പോൾ ഐസോസ്പിൻ ആണ്. ഐസോസ്പിൻ എന്ന് പറയുന്നത് 1/2 ആണ്, ഡബ്ലറ്റ് ആണ്. ദെൻ വീണ്ടും 1/2, ദെൻ K+. എന്ന് പറയുന്നതും ഒരു ഡബ്ലറ്റ് ആണ്. സോ 1/2. സിഗ്മ പ്ലസ് എന്ന് പറയുന്നത് ഒരു ട്രിപ്ലറ്റ് ആണ് അല്ലെ. സിഗ്മ പ്ലസ്, സിഗ്മ 0, സിഗ്മ മൈനസ് ഇങ്ങനെ 3 വരുന്നുണ്ട്. സോ അതിന്റെ ഐസോസ്പിൻ 1 ആണ്. നോക്കിയേ, ഐസോസ്പിൻ എന്ന് പറയുന്നത് കൺസേർവ്ഡ് ആണോ? അല്ലല്ലോ. ഇവിടെ 1ഉം ഇവിടെ എത്രയാ കിട്ടുന്നത്? 3/2 ആണ്. സോ ഐസോസ്പിൻ എന്ന് പറയുന്നത് ഇവിടെ കൺസേർവ്ഡ് അല്ല. ഇനി നമുക്ക് I3 നോക്കി നോക്കാം. I3 ആവുമ്പോൾ എന്താണ്? പ്രോട്ടോൺ പ്ലസ് പ്രോട്ടോൺ റിയാക്ഷൻ പ്രോട്ടോൺ പ്ലസ് പ്രോട്ടോൺ ഗിവ്സ് K++ സിഗ്മ പ്ലസ് അല്ലേ. സോ പ്രോട്ടോൺ എന്ന് പറയുമ്പോൾ അതിന്റെ I3 +1/2. വീണ്ടും പ്രോട്ടോൺ +1/2. K+ഉം +1/2. കാരണം I നോക്കുക, I 1/2 അല്ലേ. അവ K+ ആയതുകൊണ്ട് +1/2. ദെൻ സിഗ്മ പ്ലസ് ആയതുകൊണ്ട് ഇവിടെയും 1. സോ ഇവിടെയും എന്താണ്? സെയിം തന്നെ വന്നത്. അതായത് I3യും കൺസേർവ്ഡ് അല്ല, I-യും കൺസേർവ്ഡ് അല്ല, I3യും കൺസേർവ്ഡ് അല്ല ഈ റിയാക്ഷനിൽ. ഓക്കെ, I-യും I3യും കൺസേർവ്ഡ് അല്ല. ഇനി ഈ ഒരു റിയാക്ഷൻ നോക്കിയേ, നമ്മള് പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ ഗീവ്സ് λ0 സിഗ്മ പ്ലസ്. ഇവിടെ I3 ഒന്ന് നോക്കിയാൽ I3 കൺസേർവ്ഡ് ആണ് എന്നുള്ളത്. പ്രോട്ടോൺ ആയതുകൊണ്ട് I3 +1/2, ന്യൂട്രോൺ ആയതുകൊണ്ട് -1/2 ഗിവ്സ് λ0 എന്ന് പറയുന്ന ഒരു സിംഗ്ലറ്റ് ആണ്. സിംഗ്ലറ്റ് ആയതുകൊണ്ട് അതിന്റെ ഐസോസ്പിൻ 0 ആണ്. അപ്പൊ I3 പിന്നെ എന്തായാലും നോക്കേണ്ട 0 ആണ്. ദെൻ സിഗ്മ പ്ലസ് ഒരു ട്രിപ്ലറ്റ് ആണ്. അതിന്റെ ഐസോസ്പിൻ 1 ആണ്. സോ സിഗ്മ പ്ലസ് ആയതുകൊണ്ട് അതിന്റെ I3 +1 ആണ്. സോ 1/2 -1/2 0 ഗിവ്സ് +1. ഓക്കെ, ഇവിടെയും I3 എന്തല്ല? കൺസേർവ്ഡ് അല്ല. I3 ഈസ് നോട്ട് കൺസേർവ്ഡ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മൾ I3യും I-യും കൺസേർവ്ഡ് ആണോ അല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഇനി നെക്സ്റ്റ് ഹൈപ്പർ ചാർജ്. എന്താണ് ഒരു പാർട്ടിക്കിളിന്റെ ഹൈപ്പർ ചാർജ് എന്ന് പറഞ്ഞാൽ? ഹൈപ്പർ ചാർജ് ഈസ് റെപ്രസെന്റഡ് ബൈ സ്മോൾ ലെറ്റർ y ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു B + S, where B is the baryon number and S is the strangeness number. Strangeness നമ്പറിന്റെയും baryon നമ്പറിന്റെയും സം ആണ് എന്തെന്ന് പറയുന്നത്? നമ്മളുടെ ഹൈപ്പർ ചാർജ് എന്ന് പറയുന്നത്. ഹൈപ്പർ ചാർജ് is equal to sum of baryon number plus strangeness number. Now, അല്ലെങ്കിൽ വേറൊരു ഇക്വേഷൻ കൂടെ ഉണ്ട്. ഇത് കണ്ടെത്താനുള്ള മറ്റൊരു ഇക്വേഷൻ ആണ് 2 ×
ആവറേജ് ചാർജ് ഓഫ് മൾട്ടിപ്ലക്സ്, 2 into ആവറേജ് ചാർജ് ഓഫ് മൾട്ടിപ്ലക്സ്. അതായത് എന്താണ് അതെന്താന്നുള്ളത് നമുക്കൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. 2 into ആവറേജ് മൾട്ടിപ്ലക്സിന്റെ ആവറേജ് ചാർജ് കാണും. ഓക്കെ, എക്സാമ്പിൾ നോക്കിയാൽ ഇവിടെ സിഗ്മ പ്ലസ് ഓർ സിഗ്മ, അതായത് സിഗ്മയുടെ എന്താണ് നമുക്ക് ഹൈപ്പർ ചാർജ് ആണ്, നമുക്ക് സിഗ്മയുടെ ഹൈപ്പർ ചാർജ് ആണ് നമുക്ക് കണ്ടെന്ന് വിചാരിക്കും. അതായത് നോക്കിയാൽ സിഗ്മ പ്ലസ് മൈനസ് 0 ഇതിന്റെ ഹൈപ്പർ ചാർജ് ആണ് കാണുന്നുണ്ടെങ്കിൽ ഒരു ഇക്വേഷൻ നമുക്കറിയാം y is equal to b plus s ആണ് എന്നുള്ളത് അല്ലെ. ദാറ്റ് ഈസ് സിഗ്മ എന്ന് പറയുന്നത് എന്താണ് ബേരിയോൺ ആണ്. സോ സിഗ്മ എന്നുള്ളത് ഒരു ബേരിയോൺ ആയതുകൊണ്ട് അതിന്റെ ബേരിയോൺ നമ്പർ +1 ആണ്. സോ 1 പ്ലസ് അതിന്റെ സ്ട്രേഞ്ച്നെസ് നമ്പർ. സിഗ്മ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നത്, US, അതായത് ഒരു സ്ട്രേഞ്ച് കോർക്ക്. അതിന്റെ സ്ട്രേഞ്ച്നെസ് നമ്പർ അതുകൊണ്ട് ഒരു സ്ട്രേഞ്ച് കോർക്ക് ഉള്ളത് കൊണ്ട് എത്രയാണ് -1 ആണ്. സോ 1 - 1 is equal to 0. കണ്ടോ, ഇതിന്റെ ഹൈപ്പർ ചാർജ് എന്ന് പറയുന്നത് എത്രയാണ് 0 ആണ്. ഇത് നമ്മൾ ഈ കണ്ടെത്തിയത് ഈ ഇക്വേഷൻ വെച്ചിട്ടുണ്ട്, y is equal to b plus s. ഈ y is equal to 2 into ആവറേജ് ചാർജ്, ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ഇതെങ്ങനെ കാണും, y is equal to 2 into ആവറേജ് ചാർജ്. ഇവിടെ ഏതൊക്കെ ചാർജ് ഉള്ളത്, +1, -1, +0. ഈ 3 ചാർജ് ഇതിന്റെ ആവറേജ് ദാറ്റ് ഈസ് ഡിവൈഡഡ് ബൈ 3. ഇതൊരു ഷോർട്ട് കട്ട് മെത്തേഡ് ആണ്. സോ 2 into +1 - 1 എന്ന് പറയുന്നത് 0 ആണ്. സോ 0 + 0 0 0 by 3 എന്ന് പറയുന്നത് 0. സോ 2 into 0 is equal to 0. ഉണ്ടോ, ഇപ്പോഴും നമുക്ക് എന്ത് കിട്ടി, ഹൈപ്പർ ചാർജ് എത്ര കിട്ടി, 0 കിട്ടി. സോ ഇതാണ് ഹൈപ്പർ ചാർജ് കാണാനുള്ള, ഏതൊരു പാർട്ടിക്കിളെയും ഹൈപ്പർ ചാർജ് കാണാനുള്ള ഇക്വേഷൻ ഒന്നെങ്കിൽ ബേരിയോൺ നമ്പർ പ്ലസ് സ്ട്രേഞ്ച്നെസ് നമ്പർ അല്ലെങ്കിൽ 2 into ആവറേജ് ചാർജ്. ഓക്കെ, ഇനി ഒമേഗ മൈനസ് എന്ന് പറയുന്ന പാർട്ടിക്കിളിന്റെ ഇതുപോലെ ഒന്ന് കാണുകയാണെങ്കിൽ എങ്ങനെയാ, y is equal to b plus s ആണ്. ഓക്കെ, y is equal to b plus s ആണ്. അത് ബേരിയോൺ നമ്പർ എന്ന് പറയുന്നത് 1, കാസ്കേഡ് എന്ന് പറയുന്നത് സോറി ഒമേഗ അല്ല കാസ്കേഡ് ആണ്, സോറി ഒമേഗ അല്ല ഇത് ഒമേഗ മൈനസ് ആണ്. ക്വസ്റ്റ്യൻ മാറിപ്പോയതാണ്, ഒമേഗ മൈനസ് ആണ്. ഒമേഗ മൈനസിന്റെ സ്ട്രേഞ്ച്നെസ് അല്ലേ -3 എന്ന് പറയുന്നത്, ഒമേഗ മൈനസ് ആണ്, കാസ്കേഡ് അല്ല കേട്ടോ, ഒമേഗ മൈനസ് ആണ് കേട്ടോ. അത് ഒമേഗ മൈനസിന്റെ സ്ട്രേഞ്ച്നെസ് എത്രയാണ്, -3 ആണ്, ബിക്കോസ് ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് 3 സ്ട്രേഞ്ച് കോർക്ക്. അപ്പൊ നോക്കിയേ 1 - 3 എന്ന് പറയുന്നത് -2 ആണ്. 1 - 3 is equal to -2 ആണ്. ഇനി ഇത് നമ്മൾ മറ്റേ ഇക്വേഷൻ വെച്ച് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വരും, y is equal to 2 into ആവറേജ് ചാർജ്. സോ ദാറ്റ് is equal to 2 into ഇവിടെ നമുക്ക് ഒമേഗ മൈനസ് എന്ന് പറയുമ്പോൾ എത്രയാണ്, -1 അല്ലെ, ദാറ്റ് is equal to ഒരു ചാർജ് അല്ലേ ഉള്ളൂ. സോ -2 കണ്ടോ, അപ്പോഴും നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, -2 കിട്ടുന്നുണ്ട്. ഈ ക്വസ്റ്റ്യൻ മാർക്കിനെ ഇത് കാസ്കേഡ് അല്ല, ഒമേഗ മൈനസ്. ഓക്കെ, അപ്പൊ ഈ രണ്ട് ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഹൈപ്പർ ചാർജ്, ഒരു ഹാഡ്രോണിന്റെ ഹൈപ്പർ ചാർജ് കാൽക്കുലേറ്റ് ചെയ്യാം. Now we moving on to Gell-Mann-Nishitma formula. It's very important. Q is equal to I3 plus B plus S by 2. Okay, simple ആണ്. എന്താണ് ഇക്വേഷനിൽ പറയുന്നത്, Q, where Q is the charge. Q is equal to I3. I3 is the third component of isospin. That plus baryon number plus strangeness number divided by 2. Where B is the baryon number, S is the strangeness number, and I3 is the component of isospin. And Q is the charge of that particle. Q is the charge of that particle. അപ്പൊ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട്, ജെൽമാന്റെ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് സപ്പോസ് ഒരു പാർട്ടിക്കിൾ തന്നു കഴിഞ്ഞാൽ, ഇപ്പൊ സിഗ്മ പ്ലസ് എന്നുള്ള ഒരു പാർട്ടിക്കിൾ തന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ എന്താണ് സ്ട്രേഞ്ച്നെസ് നമ്പർ കണ്ടെത്താം അല്ലെ, കാരണം നമുക്ക് ചാർജ് അറിയാം, +1 ആണ്, സോ 1 ആണ്. ഇനി അതിന്റെ ഐസോസ്പിൻ നമുക്ക് അത് എന്താണ്, അത് മൾട്ടിപ്ലറ്റ് ചെയ്താ നോക്കിയിട്ട് അതിന്റെ ഐസോസ്പിൻ കണ്ടെത്താം. കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് I3 കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന്റെ സ്ട്രേഞ്ച്നെസ്, ഇപ്പൊ സപ്പോസ് നമുക്ക് ഒരു പാർട്ടിക്കിളിന്റെ സ്ട്രേഞ്ച്നെസ് അറിയില്ല എന്ന് വിചാരിക്കാം, അപ്പൊ നമുക്ക് ഈ ജെൽമാന്റെ ഇക്വേഷൻ വെച്ച് കണ്ടെത്തിക്കൂടെ, ഇല്ലേ, സിമ്പിൾ അല്ലേ. നമുക്ക് നോക്കാം ഒരു എക്സാമ്പിൾ.
ഓക്കെ, ഇപ്പൊ നോക്കിയ ഇവിടെ ലാംഡ സീറോന്റെ I3യും എസും രണ്ടും കണ്ടെത്തണം. ഓക്കെ, അതായത് I3യും എസും. അപ്പൊ നമുക്ക് ജെൽമാന്റെ ഇക്വേഷൻ എഴുതാം. Q is equal to I3 plus B plus S/2. അപ്പൊ ലാംഡ സീറോ എന്ന് പറയുന്നത് ഒരു ഹൈപ്പറോൺ ആണ്. ദാറ്റ് മീൻസ് അതൊരു ബേരിയോൺ ആണ്, അല്ലെ? അതറിഞ്ഞിരിക്കണം. ഓക്കെ, എന്നാലേ ബേരിയോൺ നമ്പർ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ലാംഡ സീറോ എന്ന് പറയുന്നത് ഒരു ബേരിയോൺ ആണ്. സോ അതിന്റെ ബേരിയോൺ നമ്പർ +1. ഇനി ലാംഡ സീറോ ആയതുകൊണ്ട് ചാർജും എന്താണ്? സീറോ ആണ്. ചാർജും സീറോ ആണ്. ഇനി നമുക്ക് ലാംഡ സീറോ, നമുക്കറിയാം ലാംഡ സീറോ എന്ന് പറയുന്നത് ഒരു സിംഗ്ലറ്റ് ആണ്, അല്ലെ? ലാംഡ സീറോ എന്ന് പറയുന്നത് ഒരു സിംഗ്ലറ്റ് ആണ്. സോ അതിന്റെ മൾട്ടിപ്ലിസിറ്റി 1 ആണ്. സോ അതിന്റെ ഐസോസ്പിൻ 2i + 1 എന്ന് പറയുന്നത് 1 ആണ്. ദാറ്റ് ഈസ് I is equal to 0. ഐസോസ്പിൻ എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ I 0 ആണെങ്കിൽ I3 എന്തായിരിക്കും? നോക്കണ്ട, I3 എന്താണ്? 0 ആണ്. അപ്പൊ I3 നമുക്ക് കിട്ടി 0. ഇനി നമുക്ക് എന്താ കണ്ടത്? യെസ്, സ്ട്രേഞ്ച്നെസ് നമ്പർ. നേരെ നമ്മൾ ജെൽമാന്റെ ഇക്വേഷനിലോട്ട് കൊടുക്കുക. Q is equal to I3 plus B plus S/2, where Q is equal to 0. 0 is equal to I3 നമുക്ക് കിട്ടി 0 plus B, variable number 1 plus S divided by 2. So 1 plus S/2 is equal to 0. That is 1 plus S is equal to 0. Where S is equal to -1. നോക്കിയേ, സ്ട്രേഞ്ച്നെസ് നമ്പർ നമുക്ക് എത്ര കിട്ടി? -1 എന്ന് കിട്ടി. കണ്ടോ? ഇതുപോലെ നമുക്ക് എന്ത് കണ്ടെത്താം? ജെൽമാന്റെ ഇക്വേഷൻ വെച്ചിട്ട് ഏതൊരു പാർട്ടിക്കിളിന്റെയും അതാ S is equal to -1. കണ്ടോ? ഇനി അതെന്നുള്ള നമ്മുടെ ആ ടേബിൾ നോക്കിയാൽ മതി, നമുക്ക് ചെക്ക് ചെയ്യാം നമ്മൾ ചെയ്ത കറക്റ്റ് ആണ് എന്നുള്ളത്, അല്ലെ? അപ്പൊ ഒമേഗ മൈനസ്, ഓക്കെ, ഒമേഗ മൈനസ് നമുക്ക് അറിയുന്നതാണ് അതിന്റെ സ്ട്രേഞ്ച്നെസ് എന്ന് പറയുന്നത് -3 ആണ് എന്നുള്ളത്, അല്ലെ? അത് നമുക്ക് ഇക്വേഷൻ വെച്ചിട്ട് ചെയ്ത് നോക്കിയാലും അത് തന്നെ കിട്ടും. ഒമേഗ മൈനസ് ആകുമ്പോൾ Q -1 ആണ്. ദെൻ അതൊരു ബേരിയോൺ ആണ്. സോ B +1 ആണ്. ദെൻ ഒമേഗ മൈനസ് എന്ന് പറയുന്ന ഒരു സിംഗ്ലറ്റ് ആയതുകൊണ്ട് I-യും 0, I3യും 0. നേരെ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നോക്കിയേ, കണ്ടോ? Q എന്ന് പറയുന്നത് -1 is equal to 0 plus 1 plus S/2. That is 1 plus S/2 എന്ന് പറയുന്നത് -1 ആണ്. So 1 plus S is equal to -2. So S is equal to -2 - 1, that is equal to -3. അപ്പൊ ഈ ഇക്വേഷന്റെ ആ ഒരു വാലിഡിറ്റി കണ്ടോ നിങ്ങള്? അതായത് നമുക്ക് സ്ട്രക്ചർ വൈസ് എന്താണോ സ്ട്രേഞ്ച്നെസ് നമ്പർ കിട്ടിയത് അത് തന്നെ നമുക്ക് ജെൽമാന്റെ ഇക്വേഷൻ വെച്ചിട്ടും കിട്ടുന്നുണ്ട്, അല്ലെ? സോ നമുക്കൊരു പാർട്ടിക്കുലർ സ്ട്രേഞ്ച്നെസ് നമ്പർ അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ജെൽമാന്റെ ഇക്വേഷൻ വെച്ചിട്ടും ചെയ്യാം. ഓക്കെ, ഇനിയാണ് ഐസോസ്പിന്നും ഐയും അതിന്റെ ഒരു ഇമ്പോർട്ടൻസ്. ഓക്കെ, ഈ ഒരു റിയാക്ഷൻ നോക്കി, π-P പ്രോട്ടോൺ ഗീവ്സ് σ-K+. അപ്പൊ ഇതിലുള്ള ആളുകളൊക്കെ എന്താണ്? ബേരിയോൺസ് ആണ്. അത് ലെപ്റ്റോൺസ് ഒന്നുമില്ല. അപ്പൊ നമ്മൾ ലെപ്റ്റോൺ നമ്പർ നോക്കണ്ട. അപ്പൊ നമ്മളൊരു റിയാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിലുള്ള പാർട്ടിക്കിൾസ് ആദ്യം നോക്കുക. ലെപ്റ്റോൺസ് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്ത് കണ്ടാൽ മതി? ലെപ്റ്റോൺ നമ്പർ കൺസർവ്ഡ് ആണെന്ന് ചെക്ക് ചെയ്താൽ മതി. ബേരിയോൺസ് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ബേരിയോൺ നമ്പർ കൺസർവ്ഡ് ആണ് ചെക്ക് ചെയ്താൽ മതി. അപ്പൊ ഇതിൽ ലെപ്റ്റോൺസ് ഒന്നും ഇല്ല. അപ്പൊ ലെപ്റ്റോൺ നമ്പർ കൺസർവ്ഡ് ആണോ നോക്കണ്ട. അപ്പൊ ബേരിയോൺസ് ഉണ്ട്. ആരൊക്കെയാണ്? പ്രോട്ടോൺസും σ-. അപ്പൊ അതിന്റെ ബേരിയോൺ നമ്പർ കൺസർവ്ഡ് ആണോ എന്ന് നോക്കാം. പയോൺ ആണ് 0, പ്രോട്ടോൺ 1, σ- ബേരിയോൺ ആണ് 1. അപ്പൊ എന്താണ്? ബേരിയോൺ നമ്പർ കൺസർവ്ഡ് ആണ്. ദെൻ സ്ട്രേഞ്ച്നെസ് നമ്പർ എന്ന് പറയുമ്പോൾ π-ന്റേത് 0 ആണ്, പ്രോട്ടോണിന്റെതും 0 ആണ്. കാരണം ഇതിലൊന്നും ഇതില്ല, സ്ട്രേഞ്ച് കോർക്കില്ല. σ-ന്റേത് -1 ആണ്, ഒരു സ്ട്രേഞ്ച് കോർക്കുണ്ട്. ദെൻ K+ന്റെ ഒരു ആന്റി സ്ട്രേഞ്ച് കോർക്കുണ്ട്. സോ അത് +1 ആണ്. അപ്പൊ ഇവിടെ നോക്കിയേ, സ്ട്രേഞ്ച്നെസ് നമ്പറും കൺസർവ്ഡ് ആണ്. 0, 0, -1 +1 0, ഡെൽറ്റ S 0 ആണ്. സ്ട്രേഞ്ച്നെസ് നമ്പറും കൺസർവ്ഡ് ആണ്. ഇനി I നോക്കുക. I എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ ഐസോസ്പിൻ. അപ്പൊ π- എന്ന് പറയുന്നത് ഒരു മൾട്ടിപ്ലറ്റ് ആണ്. സോ അതിന്റെ ഐസോസ്പിൻ 1 ആണ്. ദെൻ പ്രോട്ടോൺ ഒരു ഡബ്ലറ്റ് ആണ്. സോ അതിന്റെ ഐസോസ്പിൻ 1/2. ദെൻ σ-, ഒരു ട്രിപ്ലറ്റ് ആണ്, ഐസോസ്പിൻ 1. ദെൻ K+, എന്ന് പറയുന്നത് ഒരു ഡബ്ലറ്റ് ആണ്. K+ഉം K0യും അല്ലെ, അവരല്ലേ പേര്. സോ അതിന്റെ ഐസോസ്പിൻ 1/2 ആണ്. ദെൻ I3, π- ആയതുകൊണ്ട് -1, അതിന്റെ I3. ദെൻ പ്രോട്ടോണിന്റെ +1/2. ദെൻ σ- ഇതും മൈനസ് ആയതുകൊണ്ട് -1. ദെൻ K+ ആയതുകൊണ്ട് +1/2. നോക്കിയേ,
ഇവിടെ ഡെൽറ്റ I3യും എന്താണ് കൺസേർവ്ഡ് ആണ്. കാരണം രണ്ടോടത്തും എന്താണ് -1 + 1/2. അപ്പൊ ഈ ഒരു റിയാക്ഷനിൽ ഇത് നാലും കൺസേർവ്ഡ് ആണ്. സ്ട്രേഞ്ച്നെസ് നമ്പറും പീരിയോൺ നമ്പറും ഐസോസ്പിനും തേർഡ് കമ്പോണന്റ് ഓഫ് ഐസോസ്പിനും കൺസേർവ്ഡ് ആണ്. സോ ഈ റിയാക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ റിയാക്ഷൻ എന്ന് പറയുന്നത് ഒരു ദാറ്റ് മീൻസ് അതൊരു ഒന്നെങ്കിൽ സ്ട്രോങ് ഇന്ററാക്ഷനോ അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇന്ററാക്ഷനോ ആയിരിക്കും. എനിവേ ഈ ഒരു റിയാക്ഷൻ അലൗഡ് ആണ്. ഇറ്റ് ഈസ് നോട്ട് ഫോർബിഡൻ, ഇറ്റ് ഈസ് അലൗഡ്. ദിസ് റിയാക്ഷൻ ഈസ് അലൗഡ്. ഓക്കെ, ഇനി ഈ ഒരു ടേബിൾ മാത്രം ഇനി നിങ്ങൾ പഠിച്ചാൽ മതി. ഇത് വെച്ചിട്ട് നമുക്ക് ഏത് റിയാക്ഷൻ ആണ് എന്നുള്ളത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യും. ഓക്കെ, ഇതാ ഇവിടെ നമ്മൾ എന്തൊക്കെയാ കൊടുത്തിട്ടുള്ളത്? ഓക്കെ, ഐസോസ്പിന് I3 ഹൈപ്പർ ചാർജ് പാരിറ്റി സ്ട്രേഞ്ച്നെസ്. ഓക്കെ, ഇത്രയും ഇതാണ് പാരിറ്റി. നമ്മൾ പറഞ്ഞില്ലേ, ഇറ്റ് ഈസ് ജസ്റ്റ് മിറർ റിഫ്ലക്ഷൻ. അതായത് psi ഓഫ് -r = -psi ആണെന്നുണ്ടെങ്കിൽ ഓഡ് പാരിറ്റി ആണ്. അതല്ല ഒരു വേവ് ഫംഗ്ഷൻ psi ഓഫ് -r എന്ന് പറയുന്നത് psi ഓഫ് r തന്നെയാണെങ്കിൽ ഇറ്റ് ഹാസ് ഈവൺ പാരിറ്റി. അപ്പോൾ അത് കൺസേർവ്ഡ് ആണ് എന്ന് പറഞ്ഞാൽ അതിനെന്താണ്, ജസ്റ്റ് ഒരു മിറർ റിഫ്ലക്ഷൻ തന്നെയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്, പാരിറ്റി കൺസേർവ്ഡ് ആണ്. അതായത് ആ ഒരു ഹാൻഡഡ്നെസ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ജസ്റ്റ് മിറർ ഇമേജ് ആയി എന്നല്ലാതെ വേറെ ഒന്നും അതിൽ വ്യത്യാസം വരുന്നില്ലെങ്കിൽ അവിടെ എന്താണ്, പാരിറ്റി കൺസേർവ്ഡ് ആണ്. ഓക്കെ, അപ്പൊ ഒരു ഇന്ററാക്ഷനിൽ അപ്പൊ സ്ട്രോങ് ഇന്ററാക്ഷൻ ആണ് എന്ന് വിചാരിക്കാം. നമുക്ക് 4 ഫണ്ടമെന്റൽ ഇന്ററാക്ഷൻസ് ആണുള്ളത്: സ്ട്രോങ് ഇന്ററാക്ഷൻ, ഇലക്ട്രോ മാഗ്നറ്റിക് ഇന്ററാക്ഷൻ, വീക്ക് ഇന്ററാക്ഷൻ, ഗ്രാവിറ്റേഷൻ ഇന്ററാക്ഷൻ. അപ്പോൾ സ്ട്രോങ് ഇന്ററാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അതിൽ ഐസോസ്പിനും I3യും ഹൈപ്പർ ചാർജും പാരിറ്റിയും സ്ട്രേഞ്ചേഴ്സ് ഇതെല്ലാം കൺസേർവ്ഡ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഒരു റിയാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്, ഇത് ഓരോന്നും ചെക്ക് ചെയ്യുക. ഇതെല്ലാം കൺസേർവ്ഡ് ആണ് എന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും, അതൊരു സ്ട്രോങ് ഇന്ററാക്ഷൻ ആയിരിക്കും. ഇനി ഇലക്ട്രോ മാഗ്നറ്റിക് ഇന്ററാക്ഷൻ ആണ് എന്നുണ്ടെങ്കിൽ അതിൽ ഐസോസ്പിൻ കൺസേർവ്ഡ് അല്ല. ദാറ്റ് മീൻസ് I കൺസേർവ്ഡ് ആയിരിക്കില്ല. പക്ഷേ വെരി ഇമ്പോർട്ടന്റ്, I3 കൺസേർവ്ഡ് ആയിരിക്കും. ഓക്കെ, I3 കൺസേർവ്ഡ് ആയിരിക്കും, പക്ഷെ I കൺസേർവ്ഡ് ആയിരിക്കില്ല. ദെൻ ഹൈപ്പർ ചാർജും പാരിറ്റിയും സ്ട്രേഞ്ചേഴ്സ് ഇത് മൂന്നും കൺസേർവ്ഡ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഈ 2 ടേബിൾ നോക്കിയേ, നമുക്കൊരു റിയാക്ഷൻ കിട്ടി. അത് സ്ട്രോങ് ആണോ ഇലക്ട്രോ മാഗ്നറ്റിക് ആണോ എന്ന് തിരിച്ചറിയാൻ നമുക്ക് ആരെ മാത്രം കണ്ടാൽ മതി? ഐസോസ്പിൻ മാത്രം കണ്ടെത്തിയാൽ മതി. ഐസോസ്പിൻ കണ്ടെത്തുക. അത് കൺസേർവ്ഡ് ആണ് എന്നുണ്ടെങ്കിൽ അതെന്താണ്, സ്ട്രോങ് ഇന്ററാക്ഷൻ ആണ്. അത് കൺസേർവ്ഡ് അല്ല എന്നുണ്ടെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇന്ററാക്ഷൻ ആണ്. പിന്നെ നമ്മൾ ബാക്കിയുള്ളത് കാണേണ്ട ആവശ്യമുണ്ടോ? കാരണം I3 രണ്ടിലും കൺസേർവ്ഡ് ആണ്. അപ്പൊ അത് കണ്ടെത്തി നമുക്ക് ഇവരെ തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല, സ്ട്രോങ് ഇന്ററാക്ഷനെയും ഇലക്ട്രോ മാഗ്നറ്റിക് ഇന്ററാക്ഷനെയും. അപ്പോൾ ഒരു സ്ട്രോങ് ഇന്ററാക്ഷനെയും ഇലക്ട്രോ മാഗ്നറ്റിക് ഇന്ററാക്ഷനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഏത് തന്നെ കാണണം? ഐസോസ്പിൻ I തന്നെ കാണണം ഫസ്റ്റ്, അല്ലെ? അപ്പൊ I കണ്ടിട്ട് അതിൽ എന്താണ്, I കൺസേർവ്ഡ് അല്ല എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അത് എന്ത് റിയാക്ഷൻ ആണ്, അത് എന്ത് ഇന്ററാക്ഷൻ ആണ്, അതൊരു ഇലക്ട്രോ മാഗ്നറ്റിക് ഇന്ററാക്ഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് എന്താണ് നമുക്ക് തന്നിട്ടുള്ളത്, സ്ട്രോങ് ഇന്ററാക്ഷൻ ആണോ അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇന്ററാക്ഷൻ ആണോ. ഇനി വീക്ക് ഇന്ററാക്ഷൻ ആണെങ്കിൽ നോക്കിയേ, വീക്ക് ഇന്ററാക്ഷൻ ആണെങ്കിൽ ഏതും കൺസേർവ്ഡ് അല്ല. കണ്ടോ, അതായത് നമ്മുടെ ഐസോസ്പിൻ കൺസേർവ്ഡ് അല്ല, I3 കൺസേർവ്ഡ് അല്ല, പാരിറ്റി കൺസേർവ്ഡ് അല്ല, ഹൈപ്പർ ചാർജ് കൺസേർവ്ഡ് അല്ല. അപ്പൊ ഇതിൽ ഏതും കൺസേർവ്ഡ് അല്ല എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഐസോസ്പിൻ കാണാം. ഐസോസ്പിൻ കണ്ടിട്ട് അത് കൺസേർവ്ഡ് അല്ല എന്ന് കിട്ടി. അത് കൺസേർവ്ഡ് അല്ലെങ്കിൽ ഒന്നെങ്കിൽ അതൊരു ഇലക്ട്രോ മാഗ്നറ്റിക് ഇന്ററാക്ഷൻ ആകും, അല്ലെങ്കിൽ അതൊരു വീക്ക് ഇന്ററാക്ഷൻ ആകും, അല്ലെ? ഇനി ഈ ഇലക്ട്രോ മാഗ്നറ്റിക്കിനെയും വീക്കിനെയും തമ്മിൽ ക്ലാസിഫൈ ചെയ്യാൻ നമ്മൾ എന്ത് കണ്ടെത്തിയാൽ മതി? I3 കണ്ടെത്തിയാൽ നോക്കിയാൽ മതി. അപ്പൊ I3 കൺസേർവ്ഡ് ആണെങ്കിൽ പിന്നെ എന്തായി, അതെന്താണ്, അതൊരു ഇലക്ട്രോ മാഗ്നറ്റിക് ആണെന്ന് മനസ്സിലായി. അപ്പൊ ഇലക്ട്രോ മാഗ്നറ്റിക്കിനെയും വീക്കിനെയും തമ്മിൽ തിരിച്ചറിയാൻ നമ്മൾ ആരെയാ കാണേണ്ടത്? I3 ആണ് കാണേണ്ടത്. കാരണം I രണ്ടിലും കൺസേർവ്ഡ് അല്ല, അല്ലല്ലോ? I രണ്ടിലും കൺസേർവ്ഡ് അല്ല. അപ്പോൾ ഇവരെ തമ്മിൽ ക്ലാസിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ ആരെ കാണണം? I3 കണ്ടു നോക്കണം. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിലാണെങ്കിൽ I3 കൺസേർവ്ഡ് ആണ്, പക്ഷെ വീക്കിൽ I3 കൺസേർവ്ഡ് അല്ല. ഇനി സ്ട്രോങ് ഇന്ററാക്ഷനെയും ഇലക്ട്രോ മാഗ്നറ്റിക്കിനെയും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ആണെങ്കിൽ നമ്മൾ ആരെയാ കണ്ടത്? I ആണ് കാണേണ്ടത്, ഐസോസ്പിൻ ആണ് കാണേണ്ടത്. മാറിപ്പോരുത്. ഓക്കെ, ഐസോസ്പിൻ സ്ട്രോങ്ങിൽ കൺസേർവ്ഡ് ആണ്, ഇലക്ട്രോ മാഗ്നറ്റിക്കില് എന്തല്ല, കൺസേർവ്ഡ് അല്ല. സോ ഈ ഒരു ടേബിള് നിങ്ങൾ നോക്കണം. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാമോ, ഏത് ഇന്ററാക്ഷൻ ആണ് എന്നുള്ളത് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കിയേ. mu minus plus mu plus gives k minus plus k plus, അല്ലെ? അപ്പൊ ഇവിടെ ഈ മ്യൂ എന്ന് പറഞ്ഞാൽ മ്യൂൺ നമ്മൾ ഫസ്റ്റ് പഠിച്ചില്ലേ, മ്യൂൺ എന്ന് പറയുന്നത് എന്ത് പാർട്ടിക്കിളാ? അത് ലെപ്റ്റോൺ ആണ്, അല്ലെ? മ്യൂൺ എന്ന് പറയുന്നത് ഒരു ലെപ്റ്റോൺ ആണ്, ഇത് അതിന്റെ ആന്റി പാർട്ടിക്കിൾ. അപ്പൊ ഇവിടെ നമുക്ക് ആരെ കാണണം? അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞ് ഇനി അപ്പൊ നമ്മൾ എന്തൊക്കെ നോക്കണം?
ചാർജ് കൺസർവ്ഡ് ആണെന്ന് നോക്കണം, Q. ദെൻ ലെപ്റ്റോൺസ് ഉണ്ടെങ്കിൽ ലെപ്റ്റോൺ നമ്പർ കൺസർവ്ഡ് ആണോ എന്ന് നോക്കണം. ബേരിയോൺസ് ഉണ്ടെങ്കിൽ ബേരിയോൺ നമ്പർ കൺസർവ്ഡ് ആണെന്ന് നോക്കണം. ഓക്കെ, പ്രൈമറി ഇത് 3 നോക്കണം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഇത് 3 നോക്കിയിട്ട് ചാർജും ലെപ്റ്റോൺ നമ്പറും ബേരിയോൺ നമ്പറും കൺസർവ്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് അത് ചെക്ക് ചെയ്തിട്ട് അവര് കൺസർവ്ഡ് അല്ലെങ്കിൽ പിന്നെ ആ റിയാക്ഷൻ എന്തായാലും ഫോർബിഡൻ ആണ്, എന്തായാലും നടക്കില്ല. അപ്പൊ ഇത് 3 ചെക്ക് ചെയ്തതിന് ശേഷം അത് ഓക്കെ ആണെങ്കിൽ പിന്നെ നമ്മൾ എന്തിലോട്ട് വരണം, ഐസോസ്പിന് തേർഡ് കമ്പോണന്റ് ഓഫ് ഐസോസ്പിൻ I3 സ്ട്രേഞ്ച്നെസ് നമ്പർ ഇതൊക്കെ നോക്കണം. ഓക്കെ, അപ്പോ ഇവിടെ നോക്കിയാൽ ചാർജ് ഇവിടെ കൺസർവ്ഡ് ആണ്, ഇവിടെ മൈനസ് പ്ലസ് ഓക്കെ. ദെൻ ലെപ്റ്റോൺ നമ്പർ കൺസർവ്ഡ് ആണ്. ലെപ്റ്റോൺ നമ്പർ നോക്കിയാൽ മ്യൂ മൈനസിന്റെ ലെപ്റ്റോൺ നമ്പർ +1 ആണ്, മ്യൂ പ്ലസ് ആന്റി പാർട്ടിക്കിൾ ആയതുകൊണ്ട് -1. ഇവിടെയും അതുപോലത്തെ ഇത് ഓക്കെ, ഇത് എന്തല്ല ലെപ്റ്റോൺ അല്ല, സോ 0 ഓക്കെ. അപ്പൊ ഇവിടെ എന്താണ് ലെപ്റ്റോൺ നമ്പറും കൺസർവ്ഡ് ആണ്. ഇനി നമ്മൾ നോക്കുന്നത് ഐസോസ്പിൻ. ഐസോസ്പിൻ ആണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. ഐസോസ്പിൻ നോക്കിയേ, ഇത് ലെപ്റ്റോൺസ് ആയതുകൊണ്ട് അവർക്ക് എന്തില്ല, ഐസോസ്പിൻ ഇല്ല. ഐസോസ്പിൻ ആർക്ക് മാത്രമേ ഉള്ളൂ, ഹാഡ്രോൺസുകൾക്ക് മാത്രമേ ഐസോസ്പിൻ ഉള്ളൂ. ഓക്കെ, ദെൻ K മൈനസ് ഒരു ഡബ്ലറ്റ് ആണ്, ഇറ്റ് ഹാവ് ഐസോസ്പിൻ ഓഫ് 1/2. ദെൻ K പ്ലസ് അതും എന്താണ്, ഒരു ഡബ്ലറ്റ് ആണ്, സോ ഇറ്റ് ഹാവ് ഐസോസ്പിൻ ഓഫ് 1/2. നോക്കിയേ, ഇത് കൺസർവ്ഡ് ആണോ, ഇത് ഇവിടെ 0 ആണ്, ഇവിടെ എന്താണ് 0 അല്ലല്ലോ വരുന്നത്, ഇവിടെ വരുന്നത് എത്രയാണ്, 1 ആണ് അല്ലെ, 1/2 + 1/2 1 ആണ്. സോ എന്തല്ല, കൺസർവ്ഡ് അല്ല, ഐസോസ്പിൻ ഈസ് നോട്ട് കൺസർവ്ഡ്. അപ്പൊ ഐസോസ്പിൻ കൺസർവ്ഡ് അല്ല. ഇനി I3 ഒന്ന് കണ്ടു നോക്കുക. I3 എന്ന് പറയുമ്പോൾ ഇതിനെന്തായാലും 0 ഇല്ല. ദെൻ K മൈനസ് ആയതുകൊണ്ട് Kന്റെ ഐസോസ്പിൻ എന്ന് പറയുന്നത് 1/2 ആണ്. അപ്പൊ അതിന്റെ I3 എന്ന് പറയുന്നത് എത്രയാണ്, -1/2. ദെൻ K പ്ലസിൻ്റെത് +1/2. അപ്പൊ നോക്കിയേ, -1/2 +1/2 എന്താകും, 0 ആകും. ദാറ്റ് മീൻസ് I3 കൺസർവ്ഡ് ആണ്. ദെൻ എന്താണ്, ഐസോസ്പിൻ കൺസർവ്ഡ് അല്ല. അപ്പൊ തന്നെ നമുക്ക് കിട്ടി, ഐസോസ്പിൻ കൺസർവ്ഡ് അല്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്തുറപ്പായി, ഐസോസ്പിൻ കൺസർവ്ഡ് അല്ലാത്തത് ഏത് റിയാക്ഷനിലാണ്, നേരെ നമ്മളുടെ ഈ ടേബിൾ നോക്കിയേ, ഐസോസ്പിൻ കൺസർവ്ഡ് അല്ല എന്ന് പറയുമ്പോ ഐസോസ്പിൻ കൺസർവ്ഡ് അല്ല എന്ന് പറയുമ്പോൾ തന്നെ അതൊന്നെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് ആകും, അല്ലെങ്കിൽ വീക്ക് ഇന്ററാക്ഷൻ ആകും. അതിനുവേണ്ടി നമ്മൾ I3 കൂടി കണ്ടു നോക്കി. I3 കണ്ടപ്പോൾ I3 കൺസർവ്ഡ് ആയി എന്ന് കിട്ടി. അപ്പൊ അതെന്തൊരു റിയാക്ഷൻ ആണ്, അതൊരു ഇലക്ട്രോമാഗ്നറ്റിക് ഇന്ററാക്ഷൻ ആണ്. നമുക്ക് ഇപ്പൊ കിട്ടിയ I കൺസർവ്ഡ് അല്ല, I3 കൺസർവ്ഡ് ആണ്. സോ ഇറ്റ് ഈസ് ആൻ ഇലക്ട്രോമാഗ്നറ്റിക് ഇന്ററാക്ഷൻ. ഇങ്ങനെയാണ് നമ്മളെ ഒരു റിയാക്ഷൻ ഏത് ഇന്ററാക്ഷൻ ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ അതിന് നമ്മള് ഈ കാണേണ്ടത് ഏതൊക്കെയാണോ, I-യും I3യും കണ്ടു നോക്കുക. ഓക്കെ, ദെൻ നമുക്ക് ഈ റിയാക്ഷൻ ഒക്കെ σ- gives λ0 + ഗാമ. ഇങ്ങനെ ഗാമ വരുന്ന റിയാക്ഷൻസ് ഒക്കെ എന്തായിരിക്കും, മോസ്റ്റ് പ്രോബബ്ലി അവരെല്ലാം ഇലക്ട്രോമാഗ്നറ്റിക് ഇന്ററാക്ഷൻസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു റിയാക്ഷൻ ഗാമ ഉണ്ടെന്ന് വിചാരിക്കുക, അതിന്റെ പ്രൊഡക്റ്റ് ഗാമ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള റിയാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അത് മോസ്റ്റ് പ്രോബബ്ലി ഒക്കെ അത് എന്തായിരിക്കും, ഇലക്ട്രോമാഗ്നറ്റിക് ഇന്ററാക്ഷൻസ് ആയിരിക്കും. ഓക്കെ, അപ്പോ ടുഡേ വി സ്റ്റഡിഡ് അബൌട്ട് സ്ട്രേഞ്ച്നെസ് നമ്പർ, ഐസോസ്പിൻ, തേർഡ് കമ്പോണന്റ് ഓഫ് ഐസോസ്പിൻ, ദെൻ ഹൈപ്പർ ചാർജ്, ദെൻ ജെൽമാൻ ഇക്വേഷൻ, ഇതൊക്കെ പഠിച്ചില്ലേ. അപ്പോൾ ഏതൊക്കെ ഇന്ററാക്ഷൻസിൽ ഏതൊക്കെയാണ് കൺസർവ്ഡ് എന്നുള്ളത് നമ്മൾ നോക്കി. സ്ട്രോങ് ഇന്ററാക്ഷൻ ആണെങ്കിൽ എല്ലാതും കൺസർവ്ഡ് ആണ്, ഐസോസ്പിൻ, I3, പാരിറ്റി എല്ലാം കൺസർവ്ഡ് ആണ്. ഇനി ഇലക്ട്രോമാഗ്നറ്റിക് ഇന്ററാക്ഷനെയും സ്ട്രോങ് ഇന്ററാക്ഷനെയും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ആരാണ്, ഐസോസ്പിൻ ആണ്. ഐസോസ്പിന് ഇലക്ട്രോമാഗ്നറ്റിക്കിൽ കൺസർവ്ഡ് അല്ല. ഇനി ഇലക്ട്രോമാഗ്നറ്റിക്കിനെയും വീക്കിനെയും തമ്മിൽ എന്താണ് ക്ലാസിഫൈ ചെയ്യുന്നത് ആരാണ്, I3 ആണ് അല്ലെ, I3 ആണ്. I3 ഏതില് കൺസർവ്ഡ് അല്ല, വീക്കില് കൺസർവ്ഡ് അല്ല, ഇലക്ട്രോമാഗ്നറ്റിക്കല് കൺസർവ്ഡ് ആണ്. ഓക്കെ, അപ്പൊ ആ ടേബിൾ നന്നായിട്ട് നോക്കുക. അതുപോലെ തന്നെ സ്ട്രേഞ്ച്നെസ് നമ്പർ അല്ലെ, സ്ട്രേഞ്ച്നെസ് നമ്പർ ω- അങ്ങനെ നമ്മൾ ആ ടേബിൾ അതും കൂടെ നോക്കാം. ഓക്കെ, സോ ദിസ് ഓൾ അബൌട്ട് ഫോർ ടുഡേ. താങ്ക് യു. മിസ്.